പങ്കെടുക്കുന്നവർ CS ചന്ദ്രിക. പിറ എന്ന നോവലും ക്ലെപ്റ്റോമാനിയ, ഭൂമിയുടെ പതാക, ലേഡീസ് കമ്പാർട്ട്മെന്റ്, എന്റെ പച്ചക്കരിമ്പേ എന്നീ കഥാസമാഹാരങ്ങളും കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന്റെ ചരിത്രം എന്ന പഠനവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2011 ഒക്ടോബർ മുതൽ വയനാട്ടിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായി ജോലി ചെയ്യുന്നു. സാഹിതി 2025 CS ചന്ദ്രികയെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ശ്രീകല മുല്ലശ്ശേരി. പ്രഭാഷകയും എഴുത്തുകാരിയുമാണ്. കോഴിക്കോട് സർവകലാശാല റഷ്യൻ താരതമ്യ സാഹിത്യ വകുപ്പിൽ അധ്യാപിക. സ്ത്രൈണ വൃത്താന്തങ്ങൾ പ്രധാന കൃതി. ശ്രീകല മുല്ലശ്ശേരിയെ സാഹിതി 2025 സാഹിത്യോത്സവത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷന് ഏകോപനം നിർവഹിക്കുന്നത് സംസ്കാര പൈതൃക പഠനം അധ്യാപിക ഡോക്ടർ സുനീത വീട്ടിയാണ്. ഡോക്ടർ സുനീത വീട്ടിയെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ സെഷനിൽ ചർച്ച ചെയ്യുന്നത്, ഈ സെഷന്റെ പേര് പെണ്ണെഴുത്ത് സംവാദം എന്നാണ്. അപ്പോൾ പെണ്ണെഴുത്ത് എന്ന വാക്ക് ഒരു 3 പതിറ്റാണ്ടിലധികമായിട്ട് കേരളത്തിലുണ്ട്. പലതരത്തിൽ അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ വാക്ക്, സച്ചിദാനന്ദനാണ് ആ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. സാറ് ടീച്ചറുടെ പാപത്തറയുടെ അവതാരികയിൽ. അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിലെ സാഹിത്യ ചർച്ചകളിൽ സജീവമായി നിൽക്കുന്ന ഒരു വാക്കാണ് ഈ പെണ്ണെഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പെണ്ണെഴുത്ത് എന്ന ഒരു വാക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലുണ്ടായ പ്രധാനപ്പെട്ട സംവാദങ്ങളെ ഒന്ന് ചന്ദ്രിക ഒന്ന് അപഗ്രഥിക്കുന്നു വിചാരിക്കുന്നു. കാരണം CS ചന്ദ്രിക അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ സംവാദങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിലൊക്കെ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് CS ചന്ദ്രിക. ഈ പെണ്ണെഴുത്ത് എന്നുള്ള വാക്ക് ആയി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു വിചാരമണ്ഡലത്തെ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ഒന്ന് സംഗ്രഹിക്കണം. പിന്നെ ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, പലപ്പോഴും നമ്മൾ സർവകലാശാലകളിലെ സെമിനാറുകളിലൊക്കെ പോകുമ്പോൾ സ്ഥിരം കേൾക്കുന്നത്, കൂടുതൽ ചോദിക്കുന്നത് ആണുങ്ങളായിട്ടുള്ള അക്കാദമിക്സ് ആണ്. ഫെമിനിസത്തിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു, പോസ്റ്റ് ഫെമിനിസത്തിന്റെ കാലത്ത് നിങ്ങൾ എന്താണ് ഈ ഫെമിനിസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തമാശ തോന്നും. കാരണം എന്താ അറിയോ, ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ്. ഇവിടെ കുറച്ചു കാലം മുമ്പ് ഒരു സ്ഥലത്ത് ഇന്നെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു, സ്ത്രീധനം വേണമോ വേണ്ടയോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ആ ചർച്ചയിൽ പങ്കെടുക്കില്ല. കാരണം അങ്ങനെ ഒരു ചർച്ച പോസിബിൾ അല്ല. സ്ത്രീധനം വേണമോ വേണ്ടയോ എന്നൊരു ചർച്ച തന്നെ പോസിബിൾ അല്ല, അങ്ങനെ ഒരു ചർച്ച വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവരതിൻ്റെ പേര് മാറ്റി തോന്നുന്നു. ഞാൻ പറയുന്നത്, സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്ന, സ്ത്രീയുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും പല തലങ്ങളിൽ നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്ത് ഫെമിനിസം അപ്രസക്തമായി എന്നൊക്കെ പറയുന്ന ഒരു തമാശയാണ്. ഒരുപക്ഷെ അത് കാണുന്നവരുടെ ഒരു ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ അത് കാണണ്ട എന്നുള്ള വിചാരമൊക്കെ ആയിരിക്കാം അത്തരം ചർച്ചകൾ കൊണ്ട് അർത്ഥമാക്കാൻ തോന്നും. എന്തായാലും പിന്നെ ഈ പെണ്ണെഴുത്ത് എന്ന വാക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രധാനപ്പെട്ട ചർച്ചകളെ, അതിൽ വലിയൊരു പങ്ക് വഹിച്ച ചന്ദ്രികയുടെ ഇടപെടലുകൾ അതിൽ വളരെ സജീവമായിട്ട് ഉണ്ടായിട്ടുണ്ട്, പല തരത്തിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടക്ക കാലഘട്ടം മുതൽ ഇന്ന് വരെ വാക്കും അതുമായി ബന്ധപ്പെട്ട ആശയ പരിസരമൊക്കെയായി ബന്ധപ്പെട്ട് ചന്ദ്രിക സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചന്ദ്രികയുടെ ഒരു നിലപാട് കേൾക്കാൻ താല്പര്യമുണ്ട്. സിനിത, നമുക്ക് കേൾക്കാൻ കുറച്ച് കുട്ടികളെ ഉള്ളൂ എന്നുള്ളത് വലിയ സങ്കടമുണ്ട് കേട്ടോ.
എന്തുകൊണ്ടാണ് സെഷനുകളിൽ കുട്ടികൾ വന്നിരിക്കാത്തത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം എന്തായാലും കേൾക്കാനിരിക്കുന്നവർ വളരെ ശ്രദ്ധയോടെയാണ് ഇരിക്കുന്നത് എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പെണ്ണെഴുത്ത് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എത്ര പേർ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. 1980കളിലാണ് കേരളത്തിൽ സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ഒരു സുപ്രധാന തരംഗം ഉണ്ടായിട്ടുള്ളത്. അത് ലോകമാകെയുമുള്ള ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ മൂന്നാം തരംഗമായിരുന്നു. അതിൽ ലോകമാകെയും ചരിത്രത്തെ റീറീഡ് ചെയ്യുക, പുനർവായിക്കുക. ഫെമിനിസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടായി വരിക. നിലനിൽക്കുന്ന ചരിത്രത്തെ മുഴുവൻ സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് വായിക്കുകയും അതിൽ സ്ത്രീകൾ അദൃശ്യരാണെന്ന് മനസ്സിലാക്കുകയും സ്ത്രീകളുടെ ചരിത്രം കണ്ടെത്താനുള്ള ശ്രമം നടക്കുക. അതാണ് പിന്നെ ഫെമിനിസ്റ്റ് ഹിസ്റ്ററി. അങ്ങനെയാണ് ലോകമാകെയും ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെയും എഴുത്തുകാരികൾ, മുമ്പുണ്ടായിരുന്ന എഴുത്തുകാരികൾ ആരാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച സ്ത്രീകളൊക്കെ ആരാണ് എന്നൊക്കെയുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലാകെയും അതങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകമാകെയും ഏതേത് സമൂഹങ്ങളിൽ സ്ത്രീകൾ അദൃശ്യരാക്കപ്പെട്ടുവോ ആ സ്ത്രീകളെ മുഴുവനും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ ഫെമിനിസത്തിൻ്റെ ഒരു രണ്ടാം തരംഗവും മൂന്നാം തരംഗവുമാണ്. അത്രയും കാര്യമായി ആ മേഖലകളിൽ, വിജ്ഞാനത്തിൻ്റെ, അക്കാഡമിക്സിൻ്റെ ഒക്കെ മേഖലകളിൽ, ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആർട്ടിൻ്റെ ഒക്കെ മേഖലയിൽ കാര്യമായിട്ടുള്ള ഇടപെടലും സംഭാവനകളും നടത്തിയത്. ഇപ്പോൾ വിമൻ സ്റ്റഡീസൊക്കെ വരുന്നത് ആ സമയത്താണ്. ഇപ്പം നമ്മൾ ജെൻഡർ സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്താ പറയുക, സ്ത്രീകളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു അർത്ഥത്തിലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, എല്ലാം മാറിയല്ലോ. ഇപ്പം നാലാം തരംഗമാണ് ഫെമിനിസത്തിൻ്റെ. അതിൽ നിങ്ങൾ കാണുന്ന ഒരു നാലാം തരംഗം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫെമിനിസത്തിൻ്റെ കാലമാണ്, അല്ലെങ്കിൽ സൈബർ ഫെമിനിസത്തിൻ്റെ കാലമാണ്. അതാണ് ഈ ആളുകളൊക്കെ ചോദിക്കുന്നത്, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? എല്ലാവർക്കും ഒരു ഫോണുണ്ട്, നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം പറയാം, അല്ലേ? ഏത് സ്ത്രീക്കും എന്തും പറയാം, സ്ത്രീകളുടെ വിസിബിലിറ്റി കൂടിയില്ലേ എന്നൊക്കെയാണ്. പക്ഷേ നമുക്കറിയാം, ലോകമാകെ നിലനിൽക്കുന്ന എന്താ പറയുക, ഒരു മുതലാളിത്തത്തിൻ്റെ രൂപവും മാറി മാറി വരുന്നുണ്ട്. ഇന്നത്തെ മുതലാളിത്തം നമുക്കറിയാം, ട്രംപും ഇലോൺ മസ്കും കൂടി എങ്ങനെയൊക്കെയാണ് ലോകക്രമത്തെ, അതിൻ്റെ വ്യാപാരക്രമത്തെ മാറ്റിമറിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? എനിക്കറിയില്ല. ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ അടക്കം, കേരളത്തിലിരിക്കുന്ന സ്ത്രീകളുടെ ജീവിതത്തെ അടക്കം, അല്ലെങ്കിൽ ലോകമാകെയുമുള്ള സ്ത്രീകളുടെ ഒക്കെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കാൻ പോവുകയാണ്, കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. അതേസമയം ഇലോൺ മസ്ക് ടെക്നോളജി നമുക്ക് തരും. മുതലാളിത്തത്തിൻ്റെ ഏറ്റവും അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ അതിനെ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടല്ലേ. ഇപ്പം ഈ സൈബർ ആക്രമണം എന്ന് പറയുന്നത് അത് നേരിട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഏതാണ്ട് എല്ലാ എഴുത്തുകാരികളും അത് നേരിട്ടിട്ടുണ്ട്. കാരണം നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥയോട് പൊരുതുന്ന അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന എല്ലാ സ്ത്രീകളും സൈബർ ലോകത്ത് ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇത് ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്. ഈ ഡിജിറ്റൽ ഫെമിനിസത്തിൻ്റെ കാലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തരം ഫെമിനിസ്റ്റ് ആവാം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഓരോ തരം എഴുത്തുകാരികളാവാം. അതിൽ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇടത്തിന് വേണ്ടി, ഒരു സ്ത്രീയുടെ ഇടത്തിനെ കുറിച്ചല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഈ സമൂഹത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അവകാശത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയുമാണ് സ്ത്രീവാദം അല്ലെങ്കിൽ ഫെമിനിസം സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ ഫെമിനിസം എന്ന് മാത്രമല്ല പറയുക, ഫെമിനിസംസ് എന്നാണ് പറയുക. ധാരാളം ഫെമിനിസങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ ദീർഘമായിട്ട് കടക്കുന്നില്ല, കാരണം ഷീലയ്ക്ക് കുറച്ച് നേരത്തെ പോകണം. അപ്പോൾ ഈ റൗണ്ട് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. എന്നാലും ഒരു
എൻ്റെ ഒരു പശ്ചാത്തലം അറിഞ്ഞാലേ നിങ്ങൾക്ക് പെണ്ണെഴുത്ത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം ധാരാളം എന്താ പറയുക, ഒരു ഹോമോജിനസ് കാറ്റഗറി അല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തൊട്ടപ്പുറത്ത് കഴിഞ്ഞ സെഷനിൽ CK ജാനു ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് കേട്ടോ എന്ന് എനിക്കറിയില്ല. കേരള സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഏത് സ്ത്രീയുടെ രൂപ ഓർമ്മ വരിക? CK ജാനുവിനെ ആരെങ്കിലും ഓർക്കുമോ? ഇല്ല. മറിച്ച് മലയാളി സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമുക്ക് ഇവിടുത്തെ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നഗരത്തിൽ ജീവിക്കുന്ന, തൊലി വെളുത്ത, അപ്പർ കാസ്റ്റിൽപ്പെട്ട, അല്ലേ, അങ്ങനെയുള്ള നന്നായി വസ്ത്രം ധരിച്ച, കഴിയുമെങ്കിൽ നീളൻ എന്താ പറയുക, ചുരുൾമുടിയല്ല, ഒറ്റമുടി, അങ്ങനെയുള്ള ഒരു രൂപമാണ് മലയാളി സ്ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിൽ വരിക. അങ്ങനെയാണ് നമ്മുടെ സാഹിത്യത്തിലും നമ്മുടെ സിനിമയിലും മറ്റ് കലകളിലും ഒക്കെ ചിത്രീകരിച്ചു വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പബ്ലിക് സ്ഫിയറിൽ അങ്ങനെയുള്ള സ്ത്രീകളെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫെമിനിസം ഇതിനെ മുഴുവൻ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ, കാരണം സ്ത്രീകളുടെ ഇടയിൽ തന്നെ കൂടുതൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട സ്ത്രീ വിഭാഗങ്ങളുണ്ട്. ആദിവാസി, ദളിത്, മുസ്ലിം, അങ്ങനെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ദരിദ്രരായിട്ടുള്ള സ്ത്രീകൾ, ഇവരെല്ലാം സ്ത്രീകളുടെ ഒരു പൊതുസമൂഹത്തിനുള്ളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. അപ്പോൾ പാട്രിയാർക്കി പൊതുവെ സ്ത്രീകളെ മാർജിനലൈസ് ചെയ്യുകയും അടിച്ചമർത്തുകയും നീതി നിഷേധിക്കുകയും ചെയ്യുമ്പോഴും ഈ ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾ എത്രയോ അധികം പിന്നെ ഓരങ്ങളിലേക്കാണ് തള്ളി മാറ്റപ്പെട്ടത്. അത് സാഹിത്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ കാണാൻ പറ്റും. അപ്പോൾ ഈ പെണ്ണെഴുത്ത് എന്ന് പറയുമ്പോൾ പിന്നെ ഫ്രഞ്ച് സാഹിത്യത്തിൽ എക്രിച്ചർ ഫെമിനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലൻ സിസും ജൂലിയ ക്രിസ്റ്റേവയും ഒക്കെയാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. സാഹിത്യ വിദ്യാർത്ഥികളായതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് എഴുതുന്ന ഒരു വലിയ കലാപം ലോകമാകെയും ഉണ്ടായിട്ടുണ്ട്. കാരണം സ്ത്രീകളുടെ ശരീരം സ്ത്രീകളുടേതല്ല, മറിച്ച് പുരുഷന്മാരുടേതാണ് എന്നാണല്ലോ പാട്രിയാർക്കി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ സ്ത്രീകൾ ആദ്യകാലത്ത്, ഇപ്പം നമ്മൾ മലയാള സാഹിത്യം തന്നെ എടുത്ത് നോക്കിയാൽ ആദ്യകാലത്ത് സ്ത്രീകൾ ഈ കുമ്മിപ്പാട്ട്, ഭജനപ്പാട്ട്, ദേവീസ്തുതികൾ, അതൊക്കെ ആണ് സാഹിത്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ എഴുതാം, കുഴപ്പമില്ല. പക്ഷേ സ്ത്രീകളുടെ വികാരങ്ങളെ കുറിച്ച് ഒക്കെ സംസാരിക്കാൻ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് വലിയ ബുദ്ധിമുട്ടുണ്ടായത്. കമല സുരയ്യ, മാധവിക്കുട്ടി എൻ്റെ കഥ എഴുതിയപ്പോൾ അനുഭവിച്ചത് ആ ഒരു വലിയ ആക്രമണമായിരുന്നു. കാരണം സ്വന്തം ശരീരത്തെക്കുറിച്ച്, സ്വന്തം പ്രേമങ്ങളെക്കുറിച്ച്, സ്വന്തം പുരുഷന്മാരെക്കുറിച്ച്, ആഗ്രഹങ്ങളെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ച് ഒക്കെ വിഭ്രാത്മകമായിട്ട് എഴുതിയാൽ പോലും, അല്ലെങ്കിൽ ഭാവന മാത്രമായിട്ട് എഴുതിയാൽ പോലും സ്ത്രീച്ചു കൊടുക്കുന്ന, പുറത്തു കൊടുക്കുന്ന സമൂഹമല്ല ഇവിടുത്തെ പിന്നെ വായനാ സമൂഹം അന്നത്തേത്. അതിനോടുള്ളൊരു കലാപം. അപ്പം ഈ ഉടലെഴുത്ത് എന്ന് പറയുന്നത് ലോകത്താകെയും ഫെമിനിസ്റ്റ് എന്താ പറയുക, സ്ത്രീകളുടെ വിലക്കപ്പെട്ടതിനെ ഭേദിച്ചുകൊണ്ട് സ്ത്രീകൾ എഴുതാൻ തുടങ്ങിയതാണ്. ഉടലിൽ നിന്ന് എഴുതുക, അല്ലെങ്കിൽ എൻ്റെ ശരീരം എന്താണ് നമ്മളല്ലേ എഴുതുക. അതുവരെ നമ്മൾ കണ്ടിരുന്ന അതാണ് ലളിതാംബിക അന്തർജനം പറഞ്ഞത്. ഇതുവരെയുള്ള സാഹിത്യത്തിൽ പുരുഷന്മാരെ എഴുതിയത് സ്ത്രീകളുടെ എന്താ പറയുക, ചുണ്ടുകൾ തുണ്ടിപ്പഴം പോലെ, മൂക്ക് എളിമ്പൂവ് പോലെ, അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുടെ മാറിനുള്ളിൽ തുടിക്കുന്ന ഒരു ഹൃദയമുണ്ട് എന്ന് ലളിതാംബിക അന്തർജനം ആത്മകഥയ്ക്ക് ഒരു ആമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈ സ്ത്രീകൾ സ്വന്തം വികാരങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ചൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ അത് എഴുതുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല. ഒന്നില്ലെങ്കിൽ വീട്ടുകാരെതിർക്കും, ഭർത്താവ് എതിർക്കും, മക്കൾ എതിർക്കും, അല്ലെങ്കിൽ കുടുംബം മൊത്തമായും എതിർക്കും. സമൂഹത്തിനെ പേടിച്ചിട്ടാണ് വീട്ടുകാർ എതിർക്കുന്നത്. സമൂഹമാക്കുകയും എതിർക്കും, ഒറ്റപ്പെടുത്തും. അങ്ങനെ മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നടന്നു പോകുമ്പോൾ ആളുകൾ കാർപ്പിച്ചു തുപ്പുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലോകം ആദരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. രക്ഷപ്പെട്ടത്
കേരളത്തിലല്ല ജീവിച്ചിരുന്നത് ആ കാലത്ത് എന്നുള്ളതുകൊണ്ടാണ്. അവർ പിന്നെ ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ വലിയ നഗരത്തിൽ പോയി ജീവിച്ചത് കൊണ്ട് മാത്രമാണ് മാധവിക്കുട്ടികൾ അങ്ങനെയൊക്കെ എഴുതി സർവൈവ് ചെയ്യാൻ പറ്റിയത്. ഞാൻ മാധവിക്കുട്ടിയുടെ അതിജീവിതയാണെന്ന് ഞാൻ പറയാം. നമ്മളിപ്പോഴല്ലേ അതിജീവിതമാർ എന്നൊക്കെ പറയുന്നത്. അത് ഈ എന്താ പറയുക, സെക്ഷൽ വയലൻസിനെതിരെ പരാതിപ്പെട്ട് പൊരുതി അങ്ങനെ തുറന്നു പറഞ്ഞ സ്ത്രീകളെ, ഭാവനയെ, ലിസയെ, അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മൾ അതിജീവിതം എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ നമ്മുടെ മാധവിക്കുട്ടിയാണ് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ അതിജീവിത എന്നാണ് ഞാൻ പറയുക. കെ സരസ്വതിയമ്മ അതുപോലെ മറ്റൊരു തരത്തിലുള്ള അതിജീവിതയാണ്. കെ സരസ്വതിയമ്മ കല്യാണമേ കഴിച്ചില്ല. കാരണം കുടുംബം എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സെൻസർഷിപ്പാണ്. ഈ പറഞ്ഞതൊക്കെ എഴുതാൻ അവളെ തടഞ്ഞു നിർത്തുന്ന ഒരു വലിയ സെൻസർഷിപ്പ് ഏജന്റാണ് കുടുംബം. അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സെൻസർഷിപ്പ് ആണ് കുടുംബത്തിൻ്റെ. അപ്പൊ ഈ സ്നേഹത്തെ ഭയന്ന് അല്ലെങ്കിൽ എന്താ പറയാ കരുതി സ്ത്രീകൾ ഒന്നും എഴുതാതിരിക്കും. അങ്ങനെ എഴുതാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സരസ്വതിയമ്മ കല്യാണമേ കഴിക്കാതിരുന്നത്. കുടുംബം സ്ഥാപിച്ചില്ല. എന്നിട്ട് പോലും സരസ്വതിയമ്മയെ മലയാള സാഹിത്യ ലോകം, അവിടുത്തെ വിമർശക ലോകം, പുരുഷാധിപത്യ ലോകം കഠിനമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കെ സരസ്വതിയമ്മ മരിക്കുമ്പോൾ പോലും ഒരു സമ്പൂർണ്ണ സമാഹാരം, കഥാസമാഹാരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടിയിട്ട് സരസ്വതിയമ്മയുടെ മോണോഗ്രാഫി ചെയ്യാൻ എന്നെ ഏൽപ്പിച്ച സമയത്ത് ഞാൻ ഇവരുടെ കഥകൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് എവിടെയും കിട്ടാനുണ്ടായിരുന്നില്ല. അവസാനം കേരള സാഹിത്യ അക്കാദമിയിൽ എല്ലാം ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും പൊടിഞ്ഞ് കയ്യിൽ പോരുന്ന സ്ഥിതിയായിരുന്നു. ആ പുസ്തകം വന്നതിന് ശേഷമാണ് പിന്നെ രവികുമാർ DC ബുക്സിന് വേണ്ടിയിട്ട് അതിൻ്റെ സമ്പൂർണ്ണ സമാഹാരം ഇറക്കിയത്. അപ്പോൾ തൻ്റെ കഥാസമാഹാരം കാണാതെ, താൻ അംഗീകരിക്കപ്പെടാതെ അതിൻ്റെ വേദനയിൽ തന്നെയാണ് കെ സരസ്വതിയമ്മ മരിച്ചുപോയത്. രാജലക്ഷ്മി വേറെ തരത്തിൽ അവരെ വിക്റ്റിമാണ്, അതിജീവിക്കാൻ പറ്റിയില്ല, മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തു. ഇനി ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ എഴുതുന്നതൊക്കെ മറ്റുള്ളവരെ പറ്റിയാണെന്ന് അവർക്ക് തോന്നുകയും എനിക്കിവിടെ ജീവിക്കാൻ പറ്റാതാവുകയും ചെയ്തു എന്ന് പറഞ്ഞ് ആത്മഹത്യയെക്കുറിച്ച് എഴുതി വെച്ചിട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന നോവല് പിൻവലിച്ചിട്ട് രാജലക്ഷ്മി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ എന്താണ് പെണ്ണെഴുത്ത് എന്ന് മനസ്സിലാക്കേണ്ടത്. ഈ അതിജീവിക്കലിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പ്രഷനാണ് ശരിക്കും പെണ്ണെഴുത്ത് എന്ന് പറയുന്നത്. ഇവരെല്ലാം ചെയ്തത് അത് തന്നെയാണ്. പെണ്ണ് എഴുതുമ്പോൾ ലോകം മാറുന്നു എന്നാണ് സാറ ടീച്ചർ അതിനെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ നമ്മുടെ കണ്ണിക്കൂടെ എഴുതുന്നു. അതുവരെയും പുരുഷന്റെ കണ്ണിക്കൂടെ സ്ത്രീയുടെ ജീവിതത്തെ എഴുതുകയായിരുന്നു. എല്ലാ പുരുഷന്മാരും പിന്നെ മോശമായിട്ടൊന്നുമല്ല എഴുതിയിട്ടുള്ളത്. പക്ഷെ അതിൽ റിയാലിറ്റി കുറവാണ്. അവരുടെ ഭാവനകളാണ് സ്ത്രീകളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളാണ് അവരെഴുതിയിട്ടുള്ളത്. അതേസമയം നമുക്കറിയാം ബഷീർ, കാരൂര്, ഇവരൊക്കെ എഴുതിയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ വളരെ ശക്തമാണ്. പക്ഷെ OV വിജയന്റെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് വിമർശനമുണ്ട്. അത് ഈ പെണ്ണെഴുത്തിന്റെ ചർച്ചകളൊക്കെ വന്നതിന് ശേഷമാണ് അത്തരത്തിൽ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന, ഇപ്പോഴും ചെയ്യുന്ന നോവലാണ്. അതിന്റെ പല തലങ്ങളിൽ അതങ്ങനെ വളരെ വളരെ വിപ്ലവാത്മകം തന്നെയാണ് ഭാഷയുടെ കാര്യത്തിലും മറ്റും. പക്ഷേ അതിലെ സ്ത്രീ ശിക്ഷീകരണത്തെ സംബന്ധിച്ചിട്ട് സ്ത്രീകൾക്ക് ഈ ഒരു പെർസ്പെക്റ്റീവിൽ, പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമുക്ക് വലിയ വിമർശനമുണ്ട്. അപ്പോൾ ഈ പെണ്ണെഴുത്ത് എന്നുള്ള ഒരു സംജ്ഞ അതിനങ്ങനെ തന്നെ നമ്മൾ കാണും. ഒരു ടെർമിനോളജിയാണത്. അത് സൈദ്ധാന്തികമായിട്ടൊരു ടേം ആണ്. പക്ഷെ അന്ന് സാറ ടീച്ചറുടെ പാപത്തറ എന്ന് പറയുന്ന കഥാസമാഹാരം 1980-കളുടെ അവസാനമാണ് അത് ഇറങ്ങുന്നത്. വർഷം കറക്റ്റായിട്ട് ഓർമ്മയില്ല, നിങ്ങൾ പുസ്തകം എടുത്ത് വായിക്കണം കേട്ടോ. അത് ഒരു വലിയ ലാൻഡ്മാർക്കാണ് മലയാള സാഹിത്യത്തിൽ. സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് ഒക്കെ. മേബിളമ്മായിയുടെ വീട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കഥയൊക്കെ ഉണ്ടായിരുന്നു. ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും പാപത്തറ എന്നൊക്കെ പറയുന്ന കഥ എല്ലാം വായിക്കണം. അത് വായിച്ചില്ലെങ്കിൽ നമുക്ക് സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് പറയാൻ പറ്റില്ല. അത് വായിക്കണം, മുഴുവൻ വായിക്കണം. ഇതൊക്കെ ചരിത്രം കൂടിയാണ്, നമ്മുടെ
ജീവിതത്തെ നമുക്ക് നേരെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ആ കാലത്തെ സ്ത്രീ ഇപ്പൊ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷെ എന്താണ് നമുക്കറിയാലോ, ഇപ്പോഴും സാഹിത്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ കാലത്തെ സമൂഹത്തെ കാണും അല്ലേ? അതായത് സാഹിത്യത്തിൽ ആ കാലത്തിന്റെ സമൂഹമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ മറ്റ് റഷ്യൻ സാഹിത്യം വായിക്കുമ്പോഴും ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം വായിക്കുമ്പോഴും അമേരിക്കൻ സാഹിത്യം, ജാപ്പനീസ് സാഹിത്യം ഒക്കെ വായിക്കുമ്പോഴും നമുക്ക് ആ ലോകത്തെ നമ്മൾ അറിയുന്നത് അങ്ങനെയാണല്ലോ. ഒരു സാഹിത്യത്തിൽ അതുണ്ട്. ഇപ്പൊ മലയാള സാഹിത്യം നമ്മൾ ഏത് വായിക്കണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പൊ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറെ എഴുത്തുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഈ പെണ്ണെഴുത്തിന്റെ സംജ്ഞയിൽ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിലൊരു കലാപമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഈ സമൂഹത്തിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അടയാളങ്ങളോ അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ഉപരിപ്ലവമായിട്ടുള്ള ചില നമുക്കറിയാം പോപ്പുലർ റൈറ്റിംഗ് അങ്ങനെയല്ലേ. പോപ്പുലർ റൈറ്റിംഗും ഇന്റലക്ച്വൽ റൈറ്റിംഗും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നിങ്ങൾ പോപ്പുലർ റൈറ്റിംഗിന്റെ പുറകെ പോകുന്ന ഒരു കാലമാണിതിപ്പോൾ ഇപ്പോഴത്തെ യുവതലമുറ. അത് സത്യത്തിൽ ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. എന്താണ് സാഹിത്യം, മലയാളത്തിന്റെ സാഹിത്യത്തിന്റെ ധാരകൾ എന്താണ്, അത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സൗന്ദര്യബോധങ്ങളെ, നമ്മുടെ ഭാവഗുപ്തങ്ങളെ, സെൻസിബിലിറ്റി എന്ന് പറയും, അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അടിസ്ഥാനമാക്കിയാണ് നാം ഒരു സാഹിത്യകൃതിയെ നല്ലതെന്നും മോശമെന്നും വിലയിരുത്തേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ കുറേ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള പുസ്തകങ്ങളുടെ ഇടയിൽ ഒന്നാണ് പാമ്പത്തറ. സാറ ടീച്ചർ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ സച്ചിദാനന്ദ മാഷ് ചിരിക്കുന്ന മെഡൂസ, ലോ ഓഫ് ദ മെഡൂസ, ഹെലൻ സിസുവിൻ്റെ ആർട്ടിക്കിളാണത്. അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ടുവന്നിട്ടാണ് മലയാളത്തിൽ എങ്ങനെയാണ് ഈ ലിറ്ററേച്ചർ ഫെമിനായി, ഈ പെണ്ണെഴുത്ത് എങ്ങനെയാണ് സാറ ടീച്ചറുടെ കഥകളിൽ നമുക്ക് കാണാനാവുന്നത് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള അനാലിസിസ് ആണ് മാഷ് നടത്തിയത്, ദീർഘമായിട്ടൊരു പഠനം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തൻ്റെ അനുഭവത്തിൽ നിന്ന്, തൻ്റെ കൺവിക്ഷനിൽ നിന്ന് സാറ ടീച്ചർ ആ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്താണ് പെണ്ണെഴുത്ത്? പെണ്ണെഴുതുമ്പോൾ ലോകം മാറും. പെണ്ണിനെ സ്വസ്ഥമാകാൻ കഴിയുന്ന ഒരു ഭാഷയില്ല എഴുത്തുകാരിക്ക് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം ടീച്ചർ, അത് പുറത്ത് പല സൈദ്ധാന്തികരും എഴുത്തുകാരും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ടീച്ചർ സിദ്ധാന്തം വായിച്ചിട്ടൊന്നുമല്ല പറഞ്ഞത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ജെനുവിൻനെസ്. ടീച്ചർ തീർച്ചയായിട്ടും സ്ത്രീമോചന പ്രസ്ഥാനത്തിന്റെ എന്താ പറയുക നേതൃത്വത്തിൽ നിന്ന് കേരളത്തിലെ മാനുഷ്യ എന്ന് പറയുന്ന സംഘടന ഉണ്ടാവുകയും കുറേ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതേസമയം ക്രിയേറ്റീവ് റൈറ്റിങ്ങിന്റെ വലിയ വലിയ ലോകത്ത് വ്യാപരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഒരു വലിയ ഒരു ഓർഗാനിക് ഇന്റലക്ച്വൽ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചിന്തകളാണ് ടീച്ചർ ജെനുവിനായിട്ട് മുന്നോട്ട് വെച്ചത്. അപ്പോഴാണ് പെണ്ണെഴുത്ത് എന്ന വാക്ക് മലയാളത്തിലേക്ക് ടീച്ചർ അതിനെ കൂടുതൽ വിശദീകരിച്ച്. ടീച്ചർ പെണ്ണെഴുത്തിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, ആണെഴുത്തിനെ കുറിച്ചും പറഞ്ഞു. ആണെഴുത്ത് എന്തായിരിക്കണം എന്നും കൂടെ ടീച്ചർ പറഞ്ഞു. പെണ്ണെഴുതുമ്പോൾ ലോകം മാറുന്നു, പെണ്ണ് കാണുമ്പോൾ ലോകം മാറുന്നു, പെണ്ണെഴുതുമ്പോൾ ഇതുവരെയും അറിയപ്പെടാത്ത ചില കാര്യങ്ങൾ നാം അറിയുന്നു എന്ന് പറയുമ്പോൾ ആണിനി എന്തെഴുതണം? പെണ്ണെഴുതാൻ തുടങ്ങുമ്പോൾ, ഇത്തരത്തിൽ സ്വതന്ത്രമായി എഴുതാൻ തുടങ്ങുമ്പോൾ ഇനി പുരുഷൻ പെണ്ണിനെ കുറിച്ച് അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. ഒ.വി. വിജയൻ ആർത്തവരക്തത്തെ കുറിച്ച് എഴുതുമ്പോഴും ഒരു സ്ത്രീ സ്വന്തം ആർത്തവരക്തത്തെ കുറിച്ച് എഴുതുമ്പോഴും വ്യത്യാസമുണ്ട്. സ്ത്രീകൾ അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാർക്ക് എഴുതുന്നതിൽ വലിയ സ്കോപ്പ് ഒന്നും ഇല്ല അല്ലേ. അത് പിന്നെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിലുള്ള നിഗൂഢത കഴിഞ്ഞു, അതിനെ ചുറ്റിപ്പറ്റി പുരുഷന്മാർക്ക് അജ്ഞതയിൽ നിന്നും ഉണ്ടായി വരുന്ന ചില പിന്നെ എഴുത്തുകൾ എല്ലാം മാറും. അപ്പം ആധികാരികമായ നമ്മുടെ അനുഭവം എന്താ പറയുക, അതാണ് ഈ ജെൻഡർ എന്ന് പറയുന്നതിൽ ഉള്ള ഒരു ഡിബേറ്റ് എപ്പോഴുണ്ടല്ലോ. നമ്മൾ പറയുന്ന ഒരു കാര്യം, സ്ത്രീ പ്രസവിക്കുകയും പാല് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സെക്ഷൽ ഡിഫറൻസ്. അതിൻ്റെ ഭാഗം ആ അനുഭവം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. അതേസമയം സ്ത്രീക്ക് മറ്റെല്ലാറ്റിനെയും നോക്കിക്കാണാൻ, തൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണാനായിട്ട് വലിയ വലിയ ശേഷി, കാരണം അടിച്ചമർത്തപ്പെട്ട ജീവിതത്തിൻ്റെ വലിയ അനുഭവമുണ്ട്. റൗണ്ട് മാറ്റാൻ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് ഇതിൻ്റെ ബാക്കി പറയാം. ഓക്കെ, ഈ ആണെഴുത്ത് എന്തായിരിക്കണം എന്ന് ടീച്ചർ പറഞ്ഞത്, ഈ പുരുഷന്മാർക്ക് പഴയതുപോലെ എഴുതാൻ പറ്റില്ല. ഇപ്പം നോക്കിക്കോളൂ, അങ്ങനെ സ്ത്രീ വിരുദ്ധത നമ്മുടെ മലയാള സാഹിത്യത്തിൽ കാണാൻ ഇപ്പം ഇത്തിരി പ്രയാസമാണ്, പേടിയാണ് എഴുതാൻ വെച്ച്.
പണ്ടങ്ങനെയില്ല. എന്ത് സ്ത്രീ വിരുദ്ധത എഴുതിയാലും ഭാഷ വളരെ പ്രയാസമല്ലേ, പ്രശ്നമല്ലേ. ഭാഷയിലെ ചില വാക്കുകൾ ടീച്ചർ കന്യകയുടെ പുല്ലിംഗം എന്ന് പറയുന്ന ഒരു കഥ എഴുതി. അതൊക്കെ പെണ്ണെഴുത്തിൻ്റെ വലിയ മാതൃകയാണ്. ശരിക്കും ഭാഷയിൽ ചില അഭാവങ്ങളുണ്ട്. കന്യകയ്ക്ക് പുല്ലിംഗം ഉണ്ടാവും. കന്യകൻ എന്ന് നമ്മൾ പറയില്ല. അതിൻ്റെ അർത്ഥം എന്താ? കന്യകത്വം എന്നത് അല്ലെങ്കിൽ വെർജിനിറ്റി എന്ന് പറയുന്നത് പുരുഷന് വേണ്ട. അതുകൊണ്ടല്ലേ ഭാഷയിൽ ആ വാക്കില്ലാത്തത്. അത് സോഷ്യൽ സാങ്ഷൻ ഉണ്ട്. അവൻ എന്തും ചെയ്യാം. അങ്ങനെ അവൻ്റെ എന്താ പറയുക, സെക്ഷൽ ലൈഫിനെ അങ്ങനെ സൊസൈറ്റി കൺട്രോൾ ചെയ്യുന്നില്ല. പക്ഷെ സ്ത്രീകൾ അങ്ങനെയില്ല. ആദ്യത്തെ രാത്രി അതാണ്. പിന്നെ ഒഴിഞ്ഞ പേജ് ശരിക്കും മെഡൂസയിൽ ഉള്ളതാണത്. ഒഴിഞ്ഞ പേജ്, അതായത് നമ്മൾ പെൺകുട്ടികൾ കന്യകകളാണ് എന്ന് തെളിയിക്കണ്ടേ ആദ്യ രാത്രിയിൽ. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം അതൊന്നുമില്ല. മെൻസ്ട്രുവൽ കപ്പൊക്കെ വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ വെച്ചിട്ട് പോയി എന്ന് പറയാം അല്ലേ. പക്ഷെ പണ്ട് അങ്ങനെ പറ്റില്ല. കന്യകയാണ്, കന്യക രക്തം അത് പ്രദർശിപ്പിക്കണമായിരുന്നു പണ്ടൊക്കെ. എന്താ പറയുക, രാജകുടുംബത്തിലൊക്കെ അത് ആദ്യത്തെ ദിവസം. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു രാജകുമാരിയുടെ ഇതിൽ രക്തമില്ലായിരുന്നു, ഇത് ഒഴിഞ്ഞിരിക്കുകയായിരുന്നു. ഒരു വലിയ വിസ്ഫോടനമാണ് അല്ലേ. അപ്പം കന്യകയുടെ പുല്ലിംഗം എന്ന് പറയുന്ന കഥ ടീച്ചർ അങ്ങനെ എഴുതി. അതുപോലെ മേതിൽ രാധാകൃഷ്ണൻ ഉടൽ ഒരു ചൂഴ്നില എന്ന് പറയുന്ന ഒരു കഥ എഴുതി. ഈ ബലാത്സംഗത്തെ കുറിച്ചിട്ട് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ എന്താ പറയുക കൺസെന്റിനെ കുറിച്ച് അവർ മിത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ബലാത്സംഗം ഒരു ഘട്ടം കഴിഞ്ഞാൽ സ്ത്രീ ആസ്വദിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ മിത്താണത്. അത്തരത്തിലുള്ളൊരു മേതിൽ രാധാകൃഷ്ണൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരനാണ്. ഒരുപാട് എഴുത്തുകാരൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ അവരുടെ ഉള്ളിലെ ആ ഒരു മെയിൽ പാട്രിയാർക്കിയുടെ ആ ഒരു പുരുഷ ബോധം അറിഞ്ഞോ അറിയാതെയോ അത്രയും രൂഢമൂലമാണ്. അതിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു കഥയൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഒരു വാക്ക്, ഒരു വാചകം ഒക്കെ അറിയാതെ പോലും വരുന്നത്, അറിഞ്ഞോ അറിയാതെയോ. അപ്പം ഇനിയുള്ള കാലത്ത് പുരുഷന്മാർ വളരെ കോൺഷ്യസ് ആയിട്ട് എഴുതേണ്ടി വരും. എന്നുവെച്ചാൽ അവര് എഴുത്ത് വളരെ അനർഗളം വന്നു കഴിഞ്ഞാലും റീവർക്ക് ചെയ്യാൻ ഇരിക്കേണ്ടി വരും. തോന്നുന്നത് പോലെ അതങ്ങനെ തന്നെ എഴുതാൻ പറ്റില്ല. കാരണം സ്ത്രീകൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യും. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വലിച്ചു കീറും അല്ലേ, അങ്ങനെയാണ് പറയാം. അതുകൊണ്ട് പെണ്ണെഴുത്ത് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു മാറ്റമാണത്. പുരുഷന്മാർ പണ്ട് നമ്മുടെ പി സുരേന്ദ്രൻ എനിക്ക് ഇഷ്ടപ്പെട്ട കഥാകാരനാണ് കേട്ടോ. പക്ഷെ ഇവരെല്ലാവരും പറഞ്ഞ ഈ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ അപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞ കാത അശ്ലീലമാണ് എന്ന് പറഞ്ഞിട്ട് ശലഭങ്ങളുടെ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു കഥയിലാണ്. ഒഴിഞ്ഞ കാത അശ്ലീലാണോ? പിന്നെ സ്ത്രീകളുടെ വേഷത്തെക്കുറിച്ച് അന്നൊക്കെ ഞങ്ങളൊക്കെ ജീൻസും ജുബയൊക്കെയാണ് ഇടുക, ഖാദിയുടെ ജുബയൊക്കെയാണ് ഇടുക. കാരണം ഇത് ഞാനൊക്കെ കമ്മലൊന്നും ഇട്ടിരുന്നില്ല ആ സമയത്ത്. ഫെമിനിസത്തിന്റെ ഒരു വലിയ തരംഗത്തിന്റെ കാലത്ത് ഞങ്ങൾ ആദ്യം ചെയ്തത് ആഭരണങ്ങളൊക്കെ മാറ്റി. കാരണം സ്ത്രീകൾ ഇങ്ങനെ സർവാഭരണ വിഭൂഷിതരായിട്ട് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി സാരിയൊക്കെ മാത്രം. സാരി മോഡസ്റ്റ് വേഷം എന്ന് പറയണം. അതെങ്ങനെ മോഡസ്റ്റ് വേഷം? പണ്ട് നമുക്ക് വസ്ത്രമേ ഉണ്ടായിരുന്നില്ല. വസ്ത്രം എടുക്കാൻ വേണ്ടി കുറേ സമരം ചെയ്തതൊക്കെ കേരളത്തിലെ സ്ത്രീകൾ. ഏതാണ്ട് ഒരു 60-70 വർഷം. എൻ്റെ കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങൾ, സ്ത്രീ ചരിത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അത് ഇവിടുത്തെ ലൈബ്രറിയിൽ ഉണ്ടാവും, പഠിക്കാനുണ്ടാവും ചിലപ്പോൾ. അത് വായിച്ചു നോക്കണം. അല്ല ആദ്യത്തെ ചാപ്റ്റർ അതാ. അതാണ് അതിൽ ആദ്യത്തെ ചാപ്റ്റർ അതാ. സ്ത്രീകൾ തങ്ങളുടെ ശരീരത്തിൻ്റെ സ്വയം നിർണയാവകാശം സ്ഥാപിക്കാൻ വേണ്ടി, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ വേണ്ടി, പിന്നെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 6-7 പതിറ്റാണ്ട് ഭയങ്കരമായിട്ടുള്ള സഹനങ്ങൾ നേരിട്ടിട്ട്, ആക്രമണങ്ങൾ നേരിട്ടിട്ട്, ശാരീരികമായി ഉപദ്രവങ്ങൾ നേരിട്ടിട്ട് സമരം ചെയ്തിട്ടുണ്ട്. ഒരു അപ്പർ കാസ്റ്റ് പാട്രിയാർക്കിയോടാണ് ആ സമരം ചാനാർ സ്ത്രീകൾ നടത്തിയിട്ടുള്ളത്. അതെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒഴിഞ്ഞ കാത് അശ്ലീലമാണെന്ന് പി സുരേന്ദ്രൻ എഴുതുന്നത് 90കളിലാണ്. ഇപ്പം അങ്ങനെ ഒരു എഴുത്തുകാരനും എഴുതാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പെണ്ണെഴുത്ത് ഉണ്ടാക്കിയിട്ടുള്ള വലിയ ജാഗ്രത ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടിയും പറയാൻ കഴിഞ്ഞു. അന്ന് ഇത് പറഞ്ഞപ്പോൾ ഉണ്ടായ എതിർപ്പ് അതാ ചോദിച്ചത്. എഴുത്തുകാരികളിൽ ഒരു പക്ഷം മാറി നിന്നു. ഞങ്ങൾ പെണ്ണെഴുത്തുകാരികളല്ല എന്നുള്ളത് അതൊരു ഭയമാണ്. ഈ സമൂഹത്തിൻ്റെ സാഹിത്യ ലോകത്ത് തങ്ങൾക്ക് അർഹതപ്പെട്ട ഇടം കിട്ടില്ല, അല്ലെങ്കിലേ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. പെണ്ണെഴുത്തുന്നത് ആ ഇടത്തെ അസേർട്ട് ചെയ്ത് പിടിച്ചെടുക്കലായിരുന്നു. പക്ഷെ ആ ഒരു രാഷ്ട്രീയം മനസ്സിലാക്കാൻ
അറിയാതെ പോയ സ്ത്രീകൾ എഴുത്തുകാരികൾ പലരും പറഞ്ഞു ഞങ്ങൾ പെണ്ണെഴുത്തുകാരികളല്ല എന്ന് പറഞ്ഞു. അപ്പം അത് വലിയ വിവാദമായി. മാത്രമല്ല ടി പത്മനാഭനെ പോലെയുള്ള വലിയ എഴുത്തുകാരൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും അത് അടിവരയിട്ട് പറയുകയാണ്, ഇവരൊക്കെ നമ്മൾ വിമർശിക്കുമ്പോഴും നമ്മൾ വിമർശിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്, അല്ലാതെ വ്യക്തിപരമായിട്ടല്ല. പിന്നെ വ്യക്തിപരമായതും രാഷ്ട്രീയമാണ് എന്നും നമ്മൾ ഒരേ സമയം ഓർക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ ജീവിതത്തിൽ ഇവര് ഈ സ്ത്രീവിരുദ്ധത ഇങ്ങനെ പുറത്ത് പറയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിലും ആ സ്ത്രീവിരുദ്ധത പലതരത്തിലും പ്രകടിപ്പിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്നാൽ പോലെ ഇവരുടെ എഴുത്തിനെ, നല്ല എഴുത്തിനെ നമ്മൾ സ്വീകരിക്കുകയും ഇത്തരം സ്ത്രീവിരുദ്ധതയെ നമ്മൾ തള്ളിക്കളയുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അന്ന് ടി പത്മനാഭൻ സാറ് ടീച്ചറിനെ അതിശക്തമായിട്ട് ആക്രമിച്ചു, അതിക്രൂരമായി ആക്രമിച്ചു എന്ന് വേണ്ടി പറയാം. അല്പവിഭവങ്ങളായിട്ടുള്ള സ്ത്രീകളാണ് പെണ്ണെഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതെന്ന് പറഞ്ഞു. അതായിരുന്നു മലയാളത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ യുദ്ധം. പക്ഷെ നമുക്ക് പിന്നെ അറിയാം സാറാ ജോസഫ് എത്രയധികം നോവലുകൾ എഴുതി, എത്രമാത്രം മലയാള സാഹിത്യത്തിൽ തൻ്റെ ഇടം ഒരുപക്ഷെ ടി പത്മനാഭനേക്കാൾ, ടി പത്മനാഭനേക്കാൾ വലിയ ഇടം നേടി ഒരു സാമ്രാജ്യം സ്ഥാപിച്ചിരിക്കുകയാണ്. ടീച്ചറുടെ എല്ലാ കഥകളും എല്ലാ നോവലുകളും നിങ്ങൾ വായിക്കണം, അത് നമ്മുടെ കമ്മിറ്റ്മെൻ്റാണ്. സ്ത്രീകളുടെ ജീവിതത്തിന് വേണ്ടി, സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ ഭാവനകൾ, സ്വാതന്ത്ര്യം, ആ ഒരു വലിയ ലോകമാണ് ടീച്ചറുടെ എഴുത്തിലുള്ളത്. സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെയും. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീ പുരുഷ ശത്രുതയല്ല പെണ്ണെഴുത്ത് ആഗ്രഹിക്കുന്നത്, മറിച്ച് സ്നേഹമുള്ള, സെൻസിറ്റീവായിട്ടുള്ള ഒരു പുരുഷ ലോകം. ഈ സമൂഹത്തിൽ നമുക്ക് സ്നേഹിക്കാനും സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് പരസ്പരം ഇടപെടാനും വിഭവങ്ങൾ തുല്യമായും നീതിപൂർവകമായും ഒക്കെ ആസ്വദിക്കാനും സ്വാതന്ത്ര്യം പ്രധാനമായും ഉള്ളൊരു ലോകത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ പെണ്ണെഴുത്ത് പറയുന്നത്. മാത്രമല്ല ഒറ്റ വരി കൂടി പറയുക, പെണ്ണെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള ഭാഷയാണ്, അടുക്കള എഴുത്താണെന്നും കൂടെ ഈ പത്മനാഭൻ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ വിശദീകരിച്ചു. പെണ്ണെഴുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, സ്ത്രീകൾ ശരീരത്തിൽ നിന്ന് എഴുത്തു തുടങ്ങി, പക്ഷേ സ്ത്രീകൾ ഈ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ ദുരയെക്കുറിച്ച്, ഭരണകൂടത്തെക്കുറിച്ച്, വർഗീയതയെക്കുറിച്ച്, യുദ്ധങ്ങളെക്കുറിച്ച്, ലോകത്തിൻ്റെ ഹിംസകളെക്കുറിച്ച്, വ്യാപിയായി കിടക്കുന്ന ഈ എന്താ പറയുക ലോകത്തിൻ്റെ ക്രമങ്ങളെക്കുറിച്ച് ഒക്കെ എഴുതാൻ കെൽപ്പുള്ള ഒന്നാണ് പെണ്ണെഴുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇന്ന് നോക്കും മലയാള സാഹിത്യത്തിൽ യുദ്ധത്തെക്കുറിച്ച് എഴുതി എത്ര സ്ത്രീകളുണ്ട്. നമുക്ക് ശരിയാ മലയാളികൾക്ക് യുദ്ധത്തിൻ്റെ അനുഭവമില്ല, പക്ഷേ സ്ത്രീകൾ യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഹരിദാസ് സാഹിത്യത്തിൻ്റെ സിനിമകൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തുർക്കിയിൽ പോയി കുർദുകളുടെ പിന്നെ ജീവിത സമരത്തെക്കുറിച്ച് എഴുതി. ഷീല ടോമിയുടെ ആ നദിയോട് പേര് ചോദിക്കരുത്, പലസ്തീൻ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 1.5 വർഷമായിട്ട് അവിടുത്തെ കൊലപാതകങ്ങളിൽ നിന്ന് എന്താ പറയുക വംശഹത്യ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്ത്രീകൾ, ഒരുപാട് സ്ത്രീകൾ, നമ്മുടെ സോണിയ ചെറിയാൻ എഴുതിയത് വേറൊരു ലോകമാണ് അല്ലേ. ഈ ടിബറ്റൻ അഭയാർത്ഥികളുടെ അവരുടെ ജീവിതത്തെ നമ്മൾ അറിയുന്നു. ഇങ്ങനെ ഇപ്പോൾ സത്യത്തിൽ പുരുഷന്മാരെക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് മലയാള സാഹിത്യത്തിൽ ലോകത്തേക്ക് ഇറങ്ങി നടന്ന് പോയി കാഴ്ചകൾ കണ്ട് അനുഭവിച്ച് നമ്മുടെ ആകുലതകളും നമ്മുടെ സങ്കടങ്ങളും എഴുതുന്നത് ഇന്ന് മലയാളത്തിൽ സ്ത്രീകളാണ് എന്ന് പറഞ്ഞാൽ അടുത്ത എഴുത്തുകാർ ചിലപ്പോൾ എന്നോട് പരിഭവിക്കും. അങ്ങനെ പരിഭവിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ഒപ്പത്തിനൊപ്പം പോലുമല്ല, സത്യത്തിൽ ഒരു പടി മുന്നിലാണ് സ്ത്രീകൾ എഴുതുന്നത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. എൻ്റെ പുതിയ നോവൽ കാന്തൽ വരുന്നത്, ആദ്യത്തെ നോവൽ പിറ എഴുതുന്ന സമയത്ത് ഈ ചർച്ചകൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ കാന്തൽ എന്ന് പറയുന്ന പുതിയ നോവൽ എഴുതിയത്. അതിപ്പം ഇന്ന് മുതൽ DC ബുക്സിൻ്റെ സ്റ്റോറുകളിൽ എത്തുകയേ ഉള്ളൂ. അതിലും ഈ കോവിഡ് എങ്ങനെയാണ് ലോകത്തെ, ഇന്ത്യയെ, കേരളത്തെ, ഓരോ മനുഷ്യനെയും അതിൻ്റെ സമ്പദ് വ്യവസ്ഥയും അതിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയും അധികാര വ്യവസ്ഥയും ബാധിച്ചത് എന്ന് എഴുതാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കോവിഡിനെ കുറിച്ച് ഒരാളും എങ്ങനെ എഴുതിയിട്ടില്ല, ഇന്ന് സാഹിത്യത്തിൽ എഴുതിയിട്ടില്ല. അപ്പം നമുക്ക് എഴുതാൻ പറ്റാത്തതൊന്നുമില്ല. സത്യത്തിൽ നമുക്ക് ഈ അസ്വാതന്ത്ര്യത്തെ പൊട്ടിച്ചെറിയുക മാത്രമേ വേണ്ടുള്ളൂ. നിരീക്ഷണങ്ങളാണ്
ചന്ദ്രിക ഇവിടെ അവതരിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ശ്രീകലയോടാണ്. ശ്രീകലയുടെ ഒരു പുസ്തകത്തിൻ്റെ ഹെഡിങ് അത്തരം സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു, അല്ലേ? അപ്പോൾ പിന്നെ പലതരത്തിലുള്ള പൊരുതലുകളുണ്ട്. അത് സാഹിത്യത്തിലുണ്ട്, പൊതു ഇടങ്ങളിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, വ്യക്തിജീവിതത്തിലുണ്ട്, എഴുത്തുകൊണ്ട്, വാക്കുകൊണ്ട്, ജീവിതം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള പൊരുതൽ സാധ്യമാണ്. ഈ പൊരുതുന്ന സ്ത്രീയെ എങ്ങനെയായിരിക്കും കേരളം കണ്ടത്? കൂടാതെ തന്നെ സാഹിത്യത്തിലും ഇപ്പോൾ CS ചന്ദ്രിക പറഞ്ഞ തുടർച്ചയായിട്ട് സാഹിത്യത്തിലെ ഒരു പ്രതിരോധം, ഒരു പൊരുതൽ എങ്ങനെയായിരിക്കും സ്ത്രീകൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നത്? സ്വന്തം ജീവിതമായിട്ട് കണക്ട് ചെയ്തും കൂടി പറയണം. നമസ്കാരം. സാഹിത്യോത്സവത്തിൻ്റെ ഈ പെണ്ണെഴുത്ത് എന്ന സെക്ഷനിലേക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സുനിത ടീച്ചർ പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. ഒരു പൊരുതൽ തന്നെയാണ് ജീവിതം. ആ പൊരുതലിൻ്റെ ഒരു എരാന്നുള്ള വാക്ക് ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല. സെയിം ആ തുല്യമായിട്ട് തന്നെ ഇപ്പോൾ പോലും ഈ നിമിഷം പോലും ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫൈറ്റർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അത് വ്യക്തി ജീവിതത്തിൽ പൊരുതലാണ്, അത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ പൊരുതലാണ്, അതുപോലെ സാഹിത്യ ജീവിതത്തിലെ സാംസ്കാരിക ജീവിതത്തിലെ ഒരു പൊരുതലാണ് എന്നുള്ളത്. ഞാൻ വിചാരിക്കും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പലപ്പോഴും എന്നെക്കാളും ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടുകാര്, എത്ര സ്ത്രീകൾ ജീവിക്കുന്നുണ്ട്, എത്ര സ്ത്രീകൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിക്കുന്നു, നിനക്ക് മാത്രം എന്താ ഈ പ്രശ്നം എന്നുള്ളത്, പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കും എനിക്ക് മാത്രം പലപ്പോഴും ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, പല സ്ത്രീകളെയും കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ സ്വയം ചിന്തിക്കാറുണ്ട്, എനിക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ ഏത് സമയത്തും ഒരു പോർവിളിയോടുകൂടി സമീപിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ പോലും ഞാൻ പറയുന്നത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തില് ഒരു വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. മീൻസ് ഞാനൊരു ഇതേപോലെ ഒരു വർക്ക് പ്ലേസ് ഹരാസ്മെന്റിന് എതിരെ കേസ് കൊടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്കാണ് നീതി കിട്ടേണ്ടത്. കാരണം എന്താ വെച്ചാല് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് എനിക്ക് ആ ജസ്റ്റിസിന് വേണ്ടിയിട്ട് അത് നേടിയെടുക്കണം. കാരണം എൻ്റെ പഠനങ്ങള്, എൻ്റെ അധ്യാപനം, എൻ്റെ എഴുത്ത് ഒക്കെ ആ സ്ത്രീ എന്നുള്ള ഒരു ജെൻഡറിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഞാൻ പല രീതിയിലുള്ള, നമുക്കറിയാലോ എത്ര സമ്മർദ്ദമാണ് നമ്മൾക്ക് ഉണ്ടാവാന്നുള്ളത്. കുടുംബം ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യില്ല. സമൂഹം എങ്ങനെയാണ് ഒരു പരാതിക്കാരിയെ സമീപിക്കുന്നത് എന്നുള്ളത് അത് അനുഭവിക്കുന്ന സമയത്തെ നമുക്ക് അറിയുള്ളൂ. കാരണം ആ ശക്തമായി തന്നെ ഞാൻ എന്ത് ചെയ്തു, പ്രതിരോധിച്ചു. പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എടുക്കുന്ന നിലപാട് എന്താണ്, കോംപ്രമൈസിങ് പൊസിഷൻ ആണെങ്കിൽ ഞാൻ ഇതുവരെ സംസാരിച്ചതൊക്കെ എന്താണ്, വെറും പാഴ്വാക്ക് മാത്രമാണ്, ഞാൻ എഴുതിയത് പാഴ്വാക്ക് മാത്രമാണ്. പക്ഷെ എൻ്റെ ബോധതലങ്ങളിൽ ഞാൻ ഉറച്ചു നിന്നു, എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇതിൽ നിന്നും പോരില്ല, ഇത് കോംപ്രമൈസ് എന്നുള്ളൊരു ഇത് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതെൻ്റെ രാഷ്ട്രീയമാണ്, അത് സ്ത്രീ രാഷ്ട്രീയം തന്നെയാണ്. അപ്പം ജീവിതത്തില് പൊരുതല്, അതുപോലെ തന്നെ കുടുംബത്തില്, അതുപോലെ തന്നെ ഈ സാഹിത്യത്തില് എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചത്, ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിനെതിരെ നമ്മൾ വല്ലാതെ ആക്രമിക്കുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ സംഭവത്തിൽ പോലും ഞാൻ പ്രതിയായിട്ട് മാറുക ചെയ്യുന്നത്. എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രതിയാകുന്ന സന്ദർഭം ഞാൻ ദൃക്സാക്ഷിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളോടൊപ്പം പലരും പറയുന്ന കൂടെ ഉണ്ട് അതിന്റെ ആരും കൂടെ ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അതിന്റെ സത്യം. പക്ഷെ ഒറ്റയ്ക്കായാലും നമുക്ക് ആ ഫൈറ്റിംഗ് എന്നുള്ളത്, ഞാൻ ഒരു ഫൈറ്റർ തന്നെയാണ്. ഞാൻ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ആർജവത്തോടു കൂടി നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അത് തന്നെയാണ് എന്നെ ഇങ്ങനെ സംസാരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അത് ഈ സിസ്റ്റത്തില് ഒരു സ്ത്രീ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടുള്ളൂ.
അതിപ്പോ നമ്മള് ഞാൻ പറയുന്ന സർവകലാശാല ആണെങ്കിൽ പോലും അതിന്റെ ഉള്ളിൽ നമ്മൾ ഫെമിനിസം ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ എഴുതുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ ഒരു ബിഹേവിയർ അവിടെ ഓൾറെഡി എന്താണ്, സ്റ്റീരിയോടിപ്പിക്കലാണ്. നമ്മളുടെ വസ്ത്രം, നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ കാഴ്ചപ്പാട്, ഇതൊക്കെ ഒരു സൊസൈറ്റൽ പെർസ്പെക്റ്റീവിലൂടെ മാത്രം ആവാൻ പാടുള്ളൂ എന്നാണ് എന്ത് നിശ്ചയിക്കുന്നത്, സിസ്റ്റം നിശ്ചയിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് നിന്ന് ഒരു സ്ത്രീ പൊരുതിയാൽ എപ്പോഴും അവരെന്ത് ചെയ്യാണ്, ഈ സിസ്റ്റത്തിന് പുറത്താവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോയ സ്ത്രീനെ കുറിച്ച് എന്തൊക്കെ അപഖ്യാതികളാണ് പറയുക. അത് അപവാദങ്ങളാണ് പറയുക, കൂടുതലും അപവാദങ്ങളാണ് പറയുക. പക്ഷെ നമുക്ക് ആ അപവാദങ്ങള് നമുക്ക് നേരിടാൻ തന്നെയുള്ള ശക്തി ഉണ്ടാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ നെഗ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവഗണന പോലുള്ള ഒരു തരത്തിലുള്ള എന്താ പറയുക, ഇത്ര വിരോധ ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ അതിനെ പരിഗണിക്കുന്ന സമയത്താണ് നമുക്ക് പ്രശ്നം എന്നുള്ളത്. നമ്മൾ അവഗണിക്കുന്ന സമയത്ത് നമുക്ക് പ്രശ്നമില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അവഗണിക്കാനും എന്ത് വേണം, പ്രിവിലേജ് വേണം എന്നുള്ളതാണ്. പക്ഷെ ആ അവഗണന എന്നുള്ളത് എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ, കാരണം ഈ ഫെമിനിസം അതുപോലെ തന്നെ പെണ്ണെഴുത്ത് എന്നുള്ളത്, ഈ പെണ്ണെഴുത്ത് എന്നുള്ളത് ആ കാലഘട്ടത്തില് നമ്മൾ സച്ചിദാനന്ദ മാഷാണ് ഈ വാക്ക് കൊണ്ടുവരുന്നത്. ഒരു പാട്രിയാർക്കി ആണ് ആ വാക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഒരു വസ്തുതാപരമാണ്. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ഉള്ളിൽ ഒരു റീഡെഫിനിഷൻ വേണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു റീഡിഫൈൻ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ടീച്ചർ സംസാരിച്ചല്ലോ, ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും തേർഡ് വേവും, അതിലൊക്കെ ഫെമിനിസത്തിന്റെ ഒരുപാട് സവിശേഷതകൾ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വേവ് ഒരു ഇക്വാലിറ്റി ആണെങ്കിൽ, സെക്കൻഡ് വേവ് നമ്മുടെ കരിയറിലുള്ള ഇക്വാലിറ്റി, അതുപോലെ തന്നെ തേർഡ് വേവ് നമ്മളൊരു ഇന്റർസെക്ഷണൽ എന്നുള്ള രീതിയിലാണ്, ഇന്റർസെക്ഷണൽ ഫെമിനിസത്തിലേക്കാണ്. ഫോർത്ത് വേവ് ആണ് ഡിജിറ്റൽ ആക്ടിവിസം എന്നുള്ളതിലേക്ക്, അവിടെയാണ് കൺസെന്റ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ രീതിയിലേക്ക് ഫെമിനിസത്തിന്റെ ഓരോ തരംഗങ്ങളിലും ഓരോ സവിശേഷതയോട് കൂടി മുന്നേറുന്ന സമയത്തും അത് ക്രിറ്റിസിസം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫെമിനിസം പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് യൂറോസെൻട്രിക് ആയിട്ട് തന്നെയാണ്. യൂറോസെൻട്രിക് ആണ്. നമുക്ക് ശരിക്കും ഫെമിനിസത്തിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഇപ്പൊ ടീച്ചർ പറയുമ്പോൾ ഹെലൻ സിക്സസ്, മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്, അങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നത്. കാരണം ഫെമിനിസത്തിന്റെ ഒരു ചരിത്രം കടന്നു വരുന്നത് അവിടെയാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂവ്മെന്റുകളൊക്കെ ഉണ്ട്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മൂവ്മെന്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ ഒരു മുഖ്യധാര എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാരണം അത്തരത്തിലുള്ള സൈദ്ധാന്തികരുടെ ഒരു പരിണത ഫലം തന്നെയായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, ഫെമിനിസം എന്ന് പറയുന്ന സമയത്ത് ഒരു ജെൻഡറിൽ നിന്നുകൊണ്ട് നമ്മൾ എഴുതുകയാണ്. ആ ജെൻഡറിൽ നിന്ന് എഴുതുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് ഇതേപോലെ സെക്കൻഡറി ആയിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ ജെൻഡർ എന്നുള്ളത് ടീച്ചർ പറഞ്ഞല്ലോ, വുമൺ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ജെൻഡർ സ്റ്റഡീസ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കാനുള്ള കാരണം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു വാക്കാണത് ജെൻഡർ എന്നുള്ളത്. വുമൺ എന്നുള്ളതില് നമ്മൾക്ക് ഇത്ര കാലം അത് ആരുണ്ടാക്കിയതാണ്, പാട്രിയാർക്കി ഉണ്ടാക്കിയ പേരാണ്. ജൂഡിത്ത് ബട്ട്ലർ അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പറയേണ്ടത്. അതായത് എസെൻഷ്യൽ ഫീച്ചേഴ്സ്, സ്ത്രീകളുടെ സവിശേഷമായ ഗുണം, ആ ഗുണത്തിന്റെ ആകെ തുകയുള്ള ഒരു കൂട്ടം ആളുകളെ, ബയോളജിക്കൽ സെക്സിനെയാണ് എന്ത് പറയുന്നത്, സ്ത്രീകൾ എന്ന് പറയുന്നത്. അതേപോലെ ഡോമിനന്റ് ആയിട്ടുള്ള ബയോളജിക്കൽ സെക്സിനെയാണ് എന്ത് പറയുന്നത്, പുരുഷൻ എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിൽ വളരെ കൃത്യമായി നിർവചിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ നിർവചിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പാറ്റേണിൽ നിന്ന് നമ്മൾ എഴുതുന്ന സമയത്ത് അപ്പുറത്ത് ഒരു ബൈനറി ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു ദ്വന്ദ്വത്തിനെ നമ്മൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇന്ന് എന്താണ് ഇന്റർസെക്ഷണൽ ഫെമിനിസം പറയുന്നുണ്ട്. കിംബർലൈൻ ക്രെൻഷ്യോ എന്നുള്ള ഒരു ലീഗൽ ഫിലോസഫറാണ് ഈ ഇന്റർസെക്ഷണൽ ഫെമിനിസത്തിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആ സ്ത്രീ, എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല. ഒരു മരത്തിന്റെ ഇലകള് എല്ലാം ഒരുപോലെയല്ല, ഒക്കെ വ്യത്യസ്തമാണ്. കാരണം അതേപോലെ തന്നെ സ്ത്രീകളുടെ എല്ലാ അനുഭവങ്ങളും വ്യത്യസ്തമാണ് എന്ന് തന്നെയാണ്. കാരണം
ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല, ഇതിനേക്കാളും കൂടുതൽ പ്രശ്നം ഒരു ദളിത് സ്ത്രീ അനുഭവിക്കുന്നുണ്ടാവും, അതിനേക്കാളും കൂടുതൽ പ്രശ്നം ആദിവാസി സ്ത്രീ അനുഭവിക്കുന്നുണ്ടാവും. സമൂഹത്തിന്റെ സൗന്ദര്യ സങ്കല്പത്തിന്റെ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്ത സ്ത്രീകൾ അതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ വെസ്റ്റേൺ ഫെമിനിസത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫെമിനിസത്തിന് എല്ലാ അനുഭവങ്ങളെയും എല്ലാ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആയിട്ട് കാണുകയാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഇന്റർസെക്ഷണൽ ഫെമിനിസത്തിലേക്ക് വരുന്ന സമയത്ത് ഓരോ സ്ത്രീയുടെ അനുഭവം അവരുടെ പ്രിവിലേജിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമാണ്, വളരെ ഇന്റൻസ് ആണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മാധവിക്കുട്ടി ഇപ്പൊ പറഞ്ഞല്ലോ, കമലാദാസ് ഏറ്റവും കൂടുതൽ ഇതേപോലെ തന്നെ സെക്ഷുവാലിറ്റിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആക്രമണങ്ങൾ നേരിട്ട ഒരു സ്ത്രീയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ മുഖ്യധാരാ സാഹിത്യത്തിൽ കമലാദാസിന് വലിയൊരു ഇടം തന്നെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പി വത്സല നെല്ല് എന്ന കൃതിയിൽ കൂടിയാണ് വളരെ പ്രശസ്തയായത്. പി വത്സല 17 കൃതികൾ എഴുതിയിട്ടുണ്ട്. വളരെ വ്യത്യസ്ത തരത്തിലുള്ള വർക്കുകളാണ് എഴുതിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇന്റർസെക്ഷണൽ ഫെമിനിസത്തിനെ കുറിച്ച് 1989 ടിംബർലൈൻ ക്രിൻഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലോസഫർ അതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ മുന്നേ തന്നെ വത്സല ടീച്ചർ തന്റെ കൃതികളിൽ കൂടെ ആദിവാസി സ്ത്രീകളുടെ ദുരിതാവസ്ഥ നമ്മൾക്ക് മുന്നിലേക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എത്രയോ മുന്നെയാണ്, ഭയങ്കര ഫോർകാസ്റ്റിംഗ് ആണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, മാധവിക്കുട്ടിയുടെ അത്ര ഒരു പ്രിവിലേജ് വത്സലയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. കാരണം എന്താണ്, അവിടെ പ്രിവിലേജ് എന്നുള്ളത് സവിശേഷ അധികാരമുള്ള സ്ത്രീകൾ എന്നുള്ളത്, അത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഫൈറ്റിങ്ങിൽ എനിക്ക് പൊരുതാൻ കഴിയുന്നത് പല രീതിയിൽ, ഇപ്പൊ അധ്യാപിക എന്നുള്ള രീതിയിൽ ഞാൻ പ്രിവിലേജ്ഡ് ആണ്. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും നിൽക്കുന്നതോട് പ്രിവിലേജ്ഡ് ആണ്. അപ്പൊ ഇതുകൊണ്ട് എനിക്ക് പൊരുതാനുള്ള എല്ലാ രീതിയിലുള്ള ഒരു ശക്തി എനിക്ക് ഉണ്ടാവുന്ന സമയത്ത് ഇത്തരത്തിലുള്ള യാതൊരു പ്രിവിലേജും ഇല്ലാത്ത ആൾക്കാര് ആ പൊരുതലില് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ ജയം പിടിച്ചു വാങ്ങിയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും എന്റെ സവിശേഷ അധികാരം എന്നെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര കഠിനമാണ്, അത് ഭയങ്കര ഇന്റൻസീവാണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഫൈറ്റിംഗ് എന്ന് പറയുന്ന സമയത്തും ആ സ്ത്രീ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷനെ അതിനെ നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിനെ സമീപിക്കാൻ കഴിയുള്ളൂ. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതായത് മാധവിക്കുട്ടി എന്നുള്ളത് ഒരു മുഖ്യധാരയുടെ ഒരു വലിയൊരാളായിട്ട് മാറുന്ന സമയത്ത് അതിനേക്കാളും കൂടുതൽ എഴുതിയിട്ടുള്ള സ്ത്രീകളെ കുറിച്ച്, സ്ത്രീകളുടെ ഏറ്റവും സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ജീവിക്കുന്ന, സാമൂഹിക പശ്ചാത്തലത്തിൽ വളരെ ദരിദ്രമായി ജീവിക്കുന്ന ആ സ്ത്രീകളെ കുറിച്ച് പറയുന്ന കഥകൾ എഴുതിയിട്ടുള്ള സ്ത്രീയെ കുറിച്ച് അധികം നമ്മുടെ മലയാള സാഹിത്യം ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മളിപ്പം ലെസ്ബിയൻ കൃതി എന്നുള്ള രീതിയിൽ മാധവിക്കുട്ടിയുടെ ചന്ദനമരങ്ങൾ നമ്മൾ ഇപ്പോഴും അതാണ് നമ്മൾ അക്കാദമിക് രംഗത്ത് പഠിപ്പിക്കുന്നത്. ആദ്യത്തെ ലെസ്ബിയൻ കൃതി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇവിടെ അക്കാദമിക് സമൂഹത്തിൽ ഭയങ്കര ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷെ അതേ സമയത്ത് ഞാൻ വത്സലയുടെ അടുത്ത കാലത്ത് വായിച്ചിട്ടുണ്ട് ദുഷ്യന്തനും ഭീമനും ഇല്ലാത്ത ലോകം എന്നുള്ളതിൽ 2 കഥാപാത്രങ്ങൾ സരോജിനി വരദ, ആ ഒരു റിലേഷൻഷിപ്പിന് വളരെ ആ ഒരു ഹോമോസെക്ഷുവാലിറ്റി ശരിക്കും വളരെ ദൃശ്യമായിട്ട് തന്നെ ആ കഥ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ ഈ കഥയെ കുറിച്ച് ഒരു അക്കാദമിക് മേഖലയിലോ ഒരു സാഹിത്യ മേഖലയിലോ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ളത് അത് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാ സ്ത്രീകളുടെയും അനുഭവം ഒന്നല്ല, വ്യത്യസ്ത തരത്തിലാണ്. ആ വ്യത്യസ്ത അനുഭവങ്ങളെ അവരുടെ ഈ സമൂഹത്തിലുള്ള ഓരോ ആ ലെയറുകൾക്കനുസരിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് എത്തേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ടീച്ചർ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ എത്തുകയാണ്. ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഫൈറ്റിംഗ് നടത്തുന്ന സ്ത്രീ എന്നുള്ളത് ആ സ്ത്രീയുടെ സവിശേഷ അധികാരങ്ങളാണ് ഈ ഫൈറ്റിങ്ങില് അവരെ ജയിക്കാൻ പ്രാപ്തമാക്കുന്നത് എന്നുള്ളതാണ്. സാമ്പത്തികമായും സാമൂഹികമായിട്ടുമുള്ള പ്രിവിലേജ് ഇല്ലാത്ത ഒരു സ്ത്രീ ഫൈറ്റിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പുരുഷാധിപത്യ സമൂഹം അതിനെ വളരെയധികം നശിപ്പിച്ചിട്ടേ പോളൂ, പരാജയപ്പെടുത്തും. പക്ഷെ നമ്മളെ പരാജയപ്പെടുത്തുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു വിൽ പവർ, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഫെമിനിസം പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ശക്തമായിട്ടുള്ള രാഷ്ട്രീയം, അത് സ്ത്രീ രാഷ്ട്രീയം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജയിക്കാൻ
ഭയങ്കരമായിട്ട് ശ്രമിക്കും, എഫേർട്ട് എടുത്ത് നമ്മൾ എല്ലാ രീതിയിലുമുള്ള പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്ത് ജയം വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഓരോ ഘട്ടത്തിലുമുള്ള എൻ്റെ അക്കാദമിക്സിലായാലും ശരി, എൻ്റെ പിന്നെ സാഹിത്യ രംഗത്തായാലും ശരി, സാംസ്കാരിക രംഗത്തായാലും ശരി, ഫൈറ്റിംഗ് തന്നെയാണ്. ഇനിയും ജീവിതത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. വളരെ നല്ല കാര്യം. എല്ലാ സ്ത്രീകളും, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന എല്ലാ സ്ത്രീകളും ഫൈറ്റർമാർ തന്നെയാണ്. അങ്ങനെ പൊരുതാതെ ഒരു സ്ത്രീക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ അത്രമാത്രം സ്ത്രീകൾക്ക് അനുകൂലമല്ലാത്തൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. നീ ചന്ദ്രികയോടാണ് നേരത്തെ പറഞ്ഞു തീർന്നിട്ടില്ല, എന്നാലും അതിൻ്റെ തുടർച്ചയായിട്ട് കേരളത്തില് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാൽ അറിയാം, സ്ത്രീകളുടെ എഴുത്ത് ഇന്നൊരു അംഗീകാരം കിട്ടാനൊക്കെ നമ്മൾ ഒരുപാട് പല തരത്തിലുള്ള ഇടപെടലുകൾ നടന്ന ഒരു സ്ഥലമാണ് കേരളം. ലളിതാംബിക അന്തർജനം എഴുതിയതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു വശത്ത് മുട്ടുകുത്തി എന്ന് ഇടത്തെ കൈകൊണ്ട് തൊട്ടിലാട്ടിക്കൊണ്ട് പിന്നെ നോട്ടീസിന്റെ പിന്നിലും കുട്ടികളുടെ പഴയ നോട്ട്ബുക്കിലൊക്കെ എഴുതിയ അന്തർജനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ സരസ്വതമ്മയുടെ വലിയ പോരാട്ടങ്ങളെ കുറിച്ച് നമുക്കറിയാം. രാജലക്ഷ്മിയുടെ അറിയാം. സാറ ടീച്ചറൊക്കെ എത്തിയപ്പോഴേക്ക് അതിൻ്റെ ഒരു തലം തന്നെ മാറി. അതോടുകൂടിയാണ് ശരിക്ക് ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് കേരളം തിരിച്ചറിയുന്നതും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വളരെ കൃത്യമായിട്ട് ഉണ്ടാവുന്നൊക്കെ. ഇന്ന് നമ്മൾ ഒരു 30 വർഷമൊക്കെ പിന്നിട്ടു, ഏതാണ്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞു ഈ ഒരു സംവാദത്തിൻ്റെ ഒരു തുടർച്ചയിൽ നമ്മൾ നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ സ്ത്രീകളുടെ എഴുത്തിനെ നോക്കുമ്പോൾ ഏറെ അഭിമാനിക്കാൻ വകയുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം നേരത്തെ ഇവിടെ ചന്ദ്രിക പരാമർശ, ഹരിത സാവിത്രി ആയാലും ഷീല ടോമി ആയാലും ഒരുപാട് പേര് കേട്ടോ, രാജശ്രീ ആയാലും അല്ലെ, ജിസ ജോസ് ആയാലും ഇങ്ങനെ നമുക്ക് പറയാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം സ്ത്രീകൾ എഴുത്തിലേക്ക് വരികയും അതിശക്തമായിട്ട് എഴുത്തിൽ നിലനിൽക്കുകയും അവര് നമ്മുടെ നാട് മാത്രമല്ല അല്പവിഭവകൾ എന്നൊക്കെ പണ്ട് പരിഹസിച്ചിരുന്നിടത്ത് നിന്ന് മാറിയിട്ട് ഇന്ന് അവരുടെ വിഭവാധിക്യം നമ്മൾ അത്ഭുതപ്പെടുത്തും. കാരണം ലോകത്തിൽ എന്ത് രാഷ്ട്രീയവും അവരുടെ വിഷയമാണ്. അങ്ങനെ നമ്മുടെ രാജ്യം വിട്ട് അത് ചില ആളുകളൊക്കെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്, അവരുടെ ആ ഒരു വളർച്ച എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ സ്ത്രീകൾ എഴുത്തിൽ ഇങ്ങനെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ്. എഴുത്തിൽ മുന്നേറുക മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ സ്ത്രീകൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. നിരന്തരമായി സ്ത്രീകൾ ഇത്തരം ഫെസ്റ്റിവലുകളിൽ വരുന്നു, സ്ത്രീകളുടെ അഭിമുഖങ്ങൾ വരുന്നു, അവരുടെ എഴുത്തിന് പബ്ലിഷേഴ്സ് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ സ്ത്രീകളുടെ ഇടം ആ തരത്തിലൊരു സുവർണകാലമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ തരത്തിൽ ധാരാളം സ്ത്രീകളുടെ എഴുത്തുകൾ ഉണ്ടാവുന്നു, അത് വായനക്കാർ സ്വീകരിക്കുന്നു, എത്രയോ പതിപ്പുകൾ ഉണ്ടാവുന്നു, അവർക്ക് വേദികൾ കിട്ടുന്നു, അവർക്ക് അവാർഡുകൾ കിട്ടുന്നു, ഒക്കെ വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷെ എന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, പരിഹരിക്കേണ്ടതുണ്ട്. ഈ സ്ത്രീകളെ ആഘോഷിക്കുന്നതിനപ്പുറം സ്ത്രീകളുടെ എഴുത്തുകളെ കുറിച്ച് കൃത്യമായ പഠനങ്ങളോ അക്കാദമികമായ ആഴമുള്ള പഠനങ്ങളോ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ ചോദിച്ചാൽ സംശയമാണ്. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അതിനെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നുണ്ട്, അതിലപ്പുറത്തേക്ക് ഇതിനെ അർഹിക്കുന്ന തരത്തിലുള്ള ആഴമുള്ള പഠനങ്ങൾ ഇവയ്ക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയ നിരൂപകർ അവരെ എത്രമാത്രം കണ്ടിട്ടുണ്ട് എന്നുള്ളത് വേറൊരു സംശയമാണ്. അപ്പൊ ഇതൊക്കെ ഉള്ളൊരു പശ്ചാത്തലത്തിൽ ചന്ദ്രികയുടെ സ്വന്തം അനുഭവങ്ങളോട് വെച്ചുകൊണ്ട് ഈ പുരുഷാധിപത്യ കേരളത്തിൽ ഇരട്ടത്താപ്പ് മുഖമുദ്രയാക്കി ഈ പുരുഷാധിപത്യ കേരളത്തിൽ എങ്ങനെയാണ് ഒരു എഴുത്തുകാരി, ചന്ദ്രികയുടെ ഒരു പ്രൊഫൈൽ നോക്കിയാൽ നേരത്തെ ശാരിക വായിച്ച ചെറിയൊരു ഭാഗമാണ്. പിന്നെ ചന്ദ്രികയുടെ പ്രൊഫൈൽ നോക്കിയാൽ പല ഇടങ്ങളിലാണ് ചന്ദ്രിക കേരള സമൂഹത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അപ്പൊ അത് അക്കാദമിക്കലായിട്ടും തിയേറ്ററായിട്ടും കഥാകാരിയായിട്ടും പിന്നെ നാടക പ്രവർത്തകയായിട്ടും നോവലിസ്റ്റായിട്ടും ഇത്തരത്തിലുള്ളൊരു നിരന്തര സംവാദങ്ങൾ ഇടപെടുന്ന ആളായിട്ടൊക്കെ പല തരത്തിൽ ഈ ഒരു മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വന്തം ഒരു എന്താ പറയാ, ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ ആദ്യത്തെ സമാഹാര കഥ വരുന്നത് മൗനത്തിന്റെ നാനാർത്ഥങ്ങളിലാണ്. എൻ കെ രവീന്ദ്രൻ അല്ലെ, എൻ കെ രവീന്ദ്രൻ എഡിറ്റ് ചെയ്ത മൗനത്തിന്റെ നാനാർത്ഥങ്ങളാണ് ആദ്യത്തെ കഥ ചന്ദ്രികയുടെ വരുന്നത്. അപ്പൊ ഞാൻ പഠിക്കണം നമ്മളൊക്കെ. അപ്പൊ എന്തായാലും ഇത് വെച്ചുകൊണ്ടൊരു ഈ പൊരുതലിനൊപ്പമുള്ള ചന്ദ്രികയുടെ വളർച്ചയും
കേരളത്തിലെ ഇന്നത്തെ സ്ത്രീകൾ കൈവരിച്ച ഒരു എഴുത്തിലെ സ്ഥിതിയും ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് പറയും. ഇതൊരു വലിയ എന്താ പറയുക ജീവിതം ആണ്. അത് ചുരുക്കി പറയലൊക്കെ വലിയ പ്രയാസമാണ്. എന്നാലും ഞാൻ കുറച്ച് പറയാം. ഞാൻ ആദ്യത്തെ കഥ എഴുതുന്നത് 24-ാമത്തെ വയസ്സിലാണ്. സത്യത്തിൽ എല്ലാവരും കഥ എഴുതുന്നത് എനിക്ക് തോന്നുന്നത് ജീവിതത്തിലെ എന്തെങ്കിലും മുറിവുകളെ ഉണക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ എഴുത്തുകാരിയായത് അങ്ങനെയാണ്. ഞാൻ എഴുത്തുകാരിയാവുന്നൊന്നുമല്ല വിചാരിച്ചിരുന്നത്. ഞാനൊരു പാട്ടുകാരിയായിരുന്നു. നന്നായി പാടുന്ന ആളാണ്. എൻ്റെ കോളേജിലൊക്കെ ഞാൻ ബെസ്റ്റ് സിംഗറായിരുന്നു. നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഗായികയായിരുന്നു. പിന്നെ സമത എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സ്ത്രീ നാടക സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആക്ടിങ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു മേഖലയായിരിക്കും. പിന്നെ പറഞ്ഞ പോലെ ആക്ടിവിസം ഒക്കെ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വലിയ സമരത്തിൽ പോലീസിൻ്റെ ലാത്തി ചാർജൊക്കെ ഏറ്റുവാങ്ങി കയ്യൊക്കെ ഒടിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ വീട് എന്ന് പറയുന്നത് എന്താ പറയുക, അത് സമ്മിശ്രമാണ്. സുഖദുഃഖ സമ്മിശ്രം എന്ന് പറയില്ലേ നമ്മൾ. എൻ്റെ 2 ബ്രദേഴ്സും എൻ്റെ സ്വാതന്ത്ര്യത്തെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരും ഞാൻ വളരുന്നത് കണ്ട് സന്തോഷിക്കുന്നവരാണ്. ഞാൻ പാടുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ കണ്ട് സന്തോഷിക്കുന്നവർ. എന്നെ എന്താ പറയുക, പ്രസംഗിക്കാനൊക്കെ ആദ്യം കൊണ്ടുപോകുന്നത് മൂത്ത ബ്രദറാണ്. പക്ഷെ എൻ്റെ ഇളയ ബ്രദർ അങ്ങനെ ഇല്ലായിരുന്നു. എന്നെ എങ്ങനെ വീട്ടിൽ കൂട്ടിയിടാം എന്ന് മാത്രം ആലോചിക്കുന്ന ഒരാളായിരുന്നു. അപ്പം മൂത്ത 2 ചേട്ടന്മാരില്ലാത്ത സമയത്ത് ഇദ്ദേഹം എന്നെ കൂട്ടിയിടും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി. ഞാൻ സൈക്കിളൊക്കെ ചവിട്ടും. അപ്പം അതിനൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമതയുടെ നാടക പ്രവർത്തനത്തിനൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊന്നും പൂട്ടിച്ചിട്ട് അമ്മേനെ ഭീഷണിപ്പെടുത്തും. എന്നെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ വീട് കത്തിക്കും എന്ന് പറഞ്ഞ് അമ്മേനെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ പല സഹായങ്ങളാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ട ഒരാളാണ്. ഞാൻ വീട് വിട്ട് ഇറങ്ങിയ ആളാണ് എൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട്. അപ്പം വീട് വിട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ടാണ് ഈ പോലീസ് ലാത്തി ചാർജും കയ്യിൽ ഒടിയലും ഒക്കെ ഉണ്ടായത്. അപ്പോൾ 2 മാസം ഇങ്ങനെ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് കിടക്കുന്ന സമയത്താണ് ഞാൻ ഒരു കയ്യിൻ്റെ ആദ്യത്തെ കഥ എഴുതുന്നത്. ആ കഥ ഭാഗ്യവശാൽ മൗനത്തിൻ്റെ നാനാട്ടങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ മലയാളത്തിൽ സ്ത്രീകളുടെ ആന്തോളജിയിലാണ് വരുന്നത്. എനിക്ക് രവീന്ദ്രനാണ് അത് എഡിറ്റ് ചെയ്തത്. അത് ഭയങ്കര ബ്രേക്കായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ഇറങ്ങാറായോ? ശരി, സമയമുണ്ട്. 15-20 മിനിറ്റ് അല്ലേ? 15 മിനിറ്റ്. അതൊരു വരും പ്രശസ്തരായിട്ടുള്ള 5 എഴുത്തുകാരികളും എഴുതി തുടങ്ങുന്ന 5 എഴുത്തുകാരികളും. ഈ 10 എഴുത്തുകാരികളുടെ കഥകളാണ്. പിന്നെ ലളിതാംബിക നിർജ്ജനം, മാധവിക്കുട്ടി, സാറ ജോസഫ്, KSS, അങ്ങനെയുള്ള 5 പേരും പിന്നെ എഴുതി തുടങ്ങുന്ന 5 പേരും. അതിലൊരാളായിട്ട് ആണ് ആദ്യത്തെ കഥ വരുന്നത്. അത് വലിയ വിസിബിലിറ്റി ഉണ്ടാക്കുകയും പിന്നെ അഭിമുഖത്തോട് കൂടിയിട്ട് മറ്റൊരു കഥ, വനിത കഥ സ്പെഷ്യലിൽ വരികയും ഒക്കെ ചെയ്ത് പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ നമ്മൾ എഴുത്തുകാരിയുടെ ജന്മമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എഴുത്ത് വിജയിക്കുമ്പോൾ നമുക്ക് പിന്നെ എഴുത്ത് ആനന്ദം തരും, സന്തോഷം തരും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എഴുത്താണ് എൻ്റെ ആനന്ദത്തിനുള്ള വഴിയെന്ന്. സമരം ചെയ്യലും ബാക്കിയുള്ളവരും എനിക്ക് സന്തോഷമൊന്നും ആയിരുന്നില്ല. അതൊരു ഉത്തരവാദിത്വം പോലെയോ കമ്മിറ്റ്മെന്റ് പോലെയോ സ്ത്രീ ലോകത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഞാൻ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെയാണ്. അത് ഭയങ്കര സ്ട്രെയിനാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ മുന്നിൽ കുറേ സ്ത്രീകൾ അടി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഡൗറി ഡെത്ത്സിൽ സ്ത്രീകൾ മരിക്കുമ്പോൾ, റേപ്പ് ചെയ്ത് കൊല്ലുമ്പോഴൊക്കെ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോൾ നമുക്ക് പുറത്തേക്ക് സമരം ചെയ്യാനൊന്നും പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. പക്ഷെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ആ നീതിയോടുള്ളൊരു എതിർപ്പുള്ളിൽ ഉണ്ടാവില്ലേ? ആ എതിർപ്പ് നമുക്ക് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ തോന്നുന്നു. അങ്ങനെയുള്ളവരാണ് ആക്ടിവിസ്റ്റുകളായിട്ട് മാറുന്നത്. നിരന്തരം ആ സമരത്തിൽ ഇടപെടുമ്പോഴാണ് അവർ സമൂഹം ശ്രദ്ധിക്കുന്ന ആക്ടിവിസ്റ്റുകളായി മാറുന്നത്, സ്ത്രീകളുടെ ശബ്ദമായിട്ട് മാറുന്നത്. അങ്ങനെ ഒരു ജന്മം. പിന്നെ ഈ എഴുത്താണ് പക്ഷെ എനിക്ക് സമാധാനം തരുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ, മുറിവുകൾ, അതിനെ ഉണക്കാനും പിന്നെ അങ്ങനെയാണ് ആദ്യം എഴുതി തുടങ്ങിയത്. പക്ഷെ പിന്നെ നമ്മൾ മറ്റുള്ള സ്ത്രീകളുടെ ജീവിതം, മറ്റുള്ള ലോക ജീവിതം, ഇതൊക്കെ കാണുമ്പോൾ അത് നമ്മളിൽ ഏൽപ്പിക്കുന്ന ആഘാതം, അത് ചില സമയത്ത് സമരത്തിലൂടെ ആ എനർജി മുഴുവൻ പോകും.
ക്രിയേറ്റീവ് എനർജി മുഴുവൻ പോകും. അങ്ങനെ ഞാൻ ഒരു കഥയുടെ സമാഹാരത്തിൻ്റെ ഇതിൽ ഭൂമിയുടെ പതാക എന്ന് പറയുന്ന സമാഹാരത്തിൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പിന്നെ ആക്ടിവിസത്തിൽ എൻ്റെ എഴുതപ്പെടാതെ പോയ എൻ്റെ കഥകളാണ് എൻ്റെ ആക്ടിവിസം. 30 വർഷമായി ഞാൻ കേരളത്തിലെ ആക്ടിവിസം, 32 വർഷമായി. ഈ 2 ജന്മം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ഇനിയും എഴുതാൻ പറ്റിയത്. ഇപ്പം എനിക്ക് 15 പുസ്തകങ്ങളാണ് എഴുതാൻ പറ്റിയിട്ടുള്ളത്. ആകെ കഥാസമാഹാരങ്ങളും നോവലുകളും പഠനങ്ങളും ലേഖനങ്ങളുമായിട്ടാണ് ഈ 15 പുസ്തകങ്ങളുള്ളത്. പക്ഷെ എനിക്ക് നോവലുകൾ ഒരുപാട് എഴുതാൻ പറ്റുമായിരുന്നു. ആദ്യത്തെ നോവൽ 2003 ഇറങ്ങിയിട്ട് ഇപ്പം 2025 എഴുതുന്നത്. സുനിത പറഞ്ഞല്ലോ, ഇപ്പം സ്ത്രീകൾ പണ്ട് ലളിതാംബിക അന്തർജനം ഈ പറഞ്ഞ പോലെ ഒരു കൈ കൊണ്ട് തൊട്ടിലാട്ടി മറ്റു കൈ കൊണ്ട് ഇങ്ങനെ കഥകളും ഒരു നോവൽ എഴുതിയിട്ടുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ലളിതാംബിക അന്തർജനത്തിന് ഒരു നോവലല്ല എഴുതാൻ പറ്റില്ല. അതുപോലെ സാറ ടീച്ചർ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ആദ്യത്തെ നോവൽ എഴുതിയത്. അതൊരു ടീച്ചർ പറയും, ട്രെയിനിൽ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പട്ടാമ്പി കോളേജിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചിട്ട് ടീച്ചർ കഥകൾ എഴുതുക. കഥകളും കവിതകളും എഴുതാൻ സ്ത്രീകൾക്ക് കുറച്ച് സമയം മതിയല്ലോ. അങ്ങനെയാണ് കുറേ കഥാകാരികൾ ഉണ്ടാകുന്നത്. പക്ഷെ നോവലിസ്റ്റുകളാവുക എന്ന് പറയുന്നത് സമയം ആവശ്യമാണ്. നമുക്ക് സ്വസ്ഥമായി എടുത്ത് എഴുതുന്നതാണ്. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയില്ല. അവർ ജോലിയുടെ ഇടയിലും നോവലുകൾ എഴുതും. കാരണം വീട്ടിൽ വന്ന അവർക്ക് പണിയൊന്നുമില്ലല്ലോ. വീട്ടിൽ വന്ന ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, ബാക്കി അവരുടെ ഡ്രസ്സ് കഴുകി കൊടുക്കും, ഇസ്തിരിട്ട് കൊടുക്കും, അല്ലേ, എല്ലാം ചെയ്തു കൊടുക്കും. ജോലിക്ക് മാത്രം പോയാൽ മതി. നമ്മൾക്ക് അങ്ങനെയില്ല. ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ, ഞങ്ങളെപ്പോലുള്ളവരെല്ലാവരും ജോലി ചെയ്യുകയും എഴുതുകയും ഞാനാണെങ്കിൽ ആക്ടിവിസം ചെയ്യുകയും ഒക്കെ കൂടി ചെയ്യുമ്പോൾ എന്താ പറയുക, മൾട്ടിപ്പിൾ ടാസ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. ജോലി എന്ന് പറയുന്നത് തന്നെയും ഭയങ്കര ഉത്തരവാദിത്തമുള്ള ജോലി. എന്നെ സംബന്ധിച്ചിടത്തോളം ആദിവാസി മേഖലയിലെ ഡെവലപ്മെൻ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. അത് നമുക്കൊരു സമാധാനവും തരാത്തൊരു ജോലിയായിരുന്നു. രാത്രി പോലും നടുങ്ങുന്ന തരത്തിൽ നമ്മൾ ചില ഉറക്കം കിട്ടില്ല. ഉറങ്ങിയാൽ തന്നെ ഞെട്ടിയിരിക്കും. അങ്ങനത്തെ ഒരു മേഖലയാണ് ആദിവാസി മേഖല എന്ന് പറയുന്നത്. എല്ലാവരും ഇടപെട്ടുകൊണ്ടേയിരിക്കും അവിടെ ഒന്നും നടത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മേലിൽ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരും. അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിയായ ജാഗ്രതയിൽ എല്ലാം എക്യുപ്ഡ് ആയിട്ടാണ് വേണം വർക്ക് ചെയ്യാൻ. ആ സമയത്തേക്ക് ഒരു വലിയ ഗ്യാപ്പ് വന്നു എഴുത്തിൽ. അപ്പം ഞാൻ മനസ്സിലാക്കി ഇതെന്താണ് കുടുംബം, ജോലി, പിന്നെ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ ആക്ടിവിസം, ഇതൊക്കെ കഴിഞ്ഞിട്ട് കഥ എഴുതാനോ നോവൽ എഴുതാനോ ഒന്നും സമയം കിട്ടുന്നില്ല. ഞാൻ വിഷാദത്തിൻ്റെ പടുകുഴിയിൽ വീണുപോയി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, എഴുത്താണ് എൻ്റെ ആനന്ദം, എൻ്റെ അതിജീവനം എൻ്റെ എഴുത്തായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പ് വന്ന സമയത്ത് ഞാൻ ഭയങ്കര ഭ്രാന്തിയായിപ്പോയി. എന്ന് വെച്ചാൽ ദേഷ്യപ്പെടുക. വീട്ടിലാണ്, അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റുമല്ലോ. ഭയങ്കരമായിട്ട് കരയുക, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. എനിക്കെന്നെ എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഇതുകൊണ്ട് പല വ്യക്തികാരികൾക്കും അത്തരം അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ BM സോറജിയിലെ ഭ്രാന്ത് എന്ന് പറയുന്ന കഥ എഴുതിയിട്ടുള്ളത്. നമ്മളോട് ആരെങ്കിലും എഴുതണ്ട എന്ന് ഇന്നത്തെ കാലത്ത് പറയില്ല. പണ്ടാണെങ്കിൽ എഴുതണ്ട എന്ന് തന്നെ പറയും. ഇപ്പൊ എഴുതണ്ട എന്ന് പറയില്ല, മറിച്ച് നിങ്ങളെല്ലാം ചെയ്തോളൂ, എഴുതാൻ ചെയ്തോളൂ എന്ന് പറയും. പറ്റുമോ നമുക്ക്? അങ്ങനെ പറ്റത്തില്ല. അപ്പം ഈ കാലത്ത് സ്ത്രീകൾ എന്ത് ചെയ്തു? കുടുംബത്തിന്റെ സപ്പോർട്ടുള്ള, ഫിനാൻഷ്യൽ സപ്പോർട്ടുള്ള സ്ത്രീകൾക്ക് കുറെ കൂടിയും സൗകര്യത്തോട് കൂടിയിട്ട് എഴുതാനുള്ള ഒരു സമയം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. KR മീരയാണ് ആ തരത്തിൽ ജോലി രാജിവെച്ചിട്ട് ഫുൾ ടൈം എഴുത്തിന് വേണ്ടി ഇരുന്ന ആദ്യത്തെ ആള് സ്ത്രീകളുടെ. സാറ ടീച്ചർ റിട്ടയർ ചെയ്തതിന് ശേഷം ധാരാളം നോവലുകൾ എഴുതി. അത് മുമ്പേ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ പിന്നെ ആരെക്കാളും കൂടുതൽ നോവലുകൾ ടീച്ചർ എഴുതുമായിരുന്നു എന്ന് നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. എത്ര നോവൽ എഴുതിയിട്ടില്ലേ? വരുന്നത് നോവലൊന്നുമില്ല അല്ലെ, എത്രയോ എഴുതിയിരിക്കണം, എത്രയോ കഥകൾ എഴുതിയിരിക്കണം. പക്ഷെ ഇപ്പോഴും ടീച്ചർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ സർക്കാരുകൾ. അതൊക്കെ വലിയ അവഗണനയാണ് ശരിക്കും, ഭയങ്കര സെൻസർഷിപ്പാണ് ശരിക്കും. ആരെക്കാളും ടീച്ചർക്ക് ആണ് അതിനുള്ള എന്താ പറയാ വലിയ പദവികൾ വരുമ്പോൾ പരിഗണിക്കുന്നില്ല, എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്ത പ്രാവശ്യമെങ്കിലും ടീച്ചർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തില്ലെങ്കിൽ മലയാളത്തിലെ സ്ത്രീകൾ മുഴുവൻ ശബ്ദം ഉയർത്തണം എന്നാണ് ഞാൻ പറയാം. കാരണം ഇത്രയും സെൻസർഷിപ്പ് ഇക്കാലത്ത് സഹിക്കേണ്ട കാര്യമില്ല അല്ലേ, അവഗണന സഹിക്കേണ്ട കാര്യമില്ല. ടീച്ചറൊക്കെ ഇപ്പം 69 വയസ്സായി. നമുക്ക് എത്ര കാലം ടീച്ചറുടെ സാന്നിധ്യത്തിൻ്റെ സൗഭാഗ്യം ഉണ്ടാവുന്ന പോലും നമുക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ എഴുത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന മൾട്ടിപ്പിൾ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ എഴുത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കും.
ചിലപ്പോൾ ചിലർ പറയും എന്തിനാ ക്വാളിറ്റി മാത്രം നോക്കിയാൽ പോരെ, ഒന്നോ രണ്ടോ എഴുതിയാൽ മതി, അത് നന്നായിട്ട് എഴുതിയാൽ മതി എന്ന് പറയും. പക്ഷെ ഇന്നത്തെ കാലത്ത് എഴുത്ത് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരുപാട് പേര് എഴുത്തിലേക്ക് വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആനന്ദമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതിജീവനമാണെന്ന്. നമുക്ക് കുറച്ച് എഴുതിയാൽ പോരാ, സമയം കിട്ടുമ്പോൾ മാത്രം എഴുതിയാൽ പോരാ, നമുക്ക് അതിൽ മുഴുകുമ്പോൾ, അതിൽ ഇൻഡൾജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ ശക്തി കൂടുന്നത്. അതിൽ തന്നെ ഇരിക്കുമ്പോഴാണ്, വായിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, എഴുതാനിരിക്കുമ്പോഴാണ് നമ്മളൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുക. അത് നമ്മുടെ ഭാവനയുടെ തീക്ഷ്ണത, തീവ്രത ഒക്കെ വർദ്ധിപ്പിക്കും. മറിച്ച് നമ്മൾ കുറേ നേരം ജോലി ചെയ്തും, ഇപ്പം ഞാൻ ഈ കാന്തൽ നോവൽ എഴുതിയത് എൻ്റെ ജോലി രാജിവെച്ചിട്ടാണ്. എനിക്ക് വലിയ ശമ്പളമുള്ള ജോലിയായിരുന്നു. സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിൽ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു, സോഷ്യൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. നല്ല ശമ്പളമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഉന്മാദം വന്നൊരു സമയമായിരുന്നു. എനിക്ക് വേണ്ടത്ര രീതിയിൽ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചൊന്നും ആലോചിക്കാനുള്ളൊരു ലോജിക്കൽ സെൻസ് പോലും വർക്ക് ചെയ്തില്ല. അത്രയും വിഷാദത്തിലായിരുന്നു ഞാൻ. ആരോടും ചോദിക്കാതെ എൻ്റെ ജോലി രാജിവെച്ചു. എന്നിട്ട് നോവൽ എഴുതാൻ തുടങ്ങി. അതിനിടയിൽ ഭയങ്കരമായിട്ട് സാമ്പത്തിക പ്രയാസങ്ങളായിരുന്നു. കാരണം എന്താ പറയുക, ഞാനാണ് എൻ്റെ വീട്ടിൽ പ്രധാനപ്പെട്ട ഏണിംഗ് മെമ്പർ ആയിരുന്നത്. അപ്പം എൻ്റെ വിചാരം കുറച്ച് സമ്പാദിച്ചു വെച്ചതുകൊണ്ട് ജീവിച്ചിട്ട് നോവൽ എഴുതി തീർത്തിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാമെന്നായിരുന്നു. പക്ഷെ നോവൽ അങ്ങ് നീണ്ടു പോയി. 3-3.5 വർഷത്തോളം നോവൽ എന്നെയും കൊണ്ടങ്ങ് പോയി. അത് തീരുന്നില്ല. അപ്പൊ നമുക്ക് സ്വസ്ഥമായിരുന്ന സ്ത്രീകൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? ചിലർക്കൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വേറെ തരത്തിലുള്ള സപ്പോർട്ടുള്ള, അത് നേരത്തെ സ്ത്രീകളെ പറഞ്ഞ സംഗതിയാണ്. പ്രിവിലേജ് എന്ന് പറയുന്നത് പലതരത്തിലാണ്. കുടുംബം ഒരു പ്രിവിലേജാണ് അല്ലേ? കുടുംബത്തിൽ ഭർത്താവിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ വലിയ പ്രിവിലേജാണ്. ഞാൻ ലിവിങ് ടുഗദറാണ്, പാർട്ട്ണർ ആയിട്ടുള്ള ആൾ ആർട്ടിസ്റ്റാണ്. ഇതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്, പെയിൻറ്ററാണ്. അപ്പം ഇത്തരത്തിലുള്ളൊരു ഫിനാൻഷ്യൽ എന്താ പറയുക സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാത്ത ആളാണ്. അപ്പം എനിക്കൊരു മകളുണ്ട്. അപ്പം ഞാൻ തന്നെ എൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കണം. 18 വയസ്സ് മുതലേ ഞാൻ പഠിക്കുകയും ഒപ്പം ജോലി ചെയ്യുകയും ഒക്കെ ചെയ്ത് വീട് വിട്ടിറങ്ങിയതൊക്കെയാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു, സ്വന്തം തിരഞ്ഞെടുത്ത ജീവിതമാണ്. അപ്പം നമ്മളങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. അങ്ങനെ നോവൽ എഴുതുന്നതോട് കൂടിയിട്ട് ഞാൻ ഫിനാൻഷ്യലി തകരുകയാണ് ചെയ്യുന്നത്. ഇപ്പം അടുത്ത നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഞാൻ അടുത്തൊരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ IIT മദ്രാസിലൊരു റിസർച്ച് പ്രോജക്റ്റിൻ്റെ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. നമുക്കറിയാലോ എത്രമാത്രം നമ്മൾ അതിനുവേണ്ടി സമയം കൊടുക്കണം എന്നറിയാലോ. നമുക്കിത് വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇങ്ങനെയും സ്ട്രഗിൾ ചെയ്ത് എഴുതുന്ന സ്ത്രീകൾ ധാരാളം ഉണ്ട്. അതിനിടയിൽ ചിലരൊക്കെ സൗഭാഗ്യമുള്ളവരാണ്. ധാരാളം പ്രിവിലേജുള്ള സ്ത്രീകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തൊക്കെ പോയും ലോകം കണ്ടും ഒക്കെ എഴുതാൻ അവർക്ക് പറ്റുന്നത്. ആ തരത്തിൽ ഇനിയും നമുക്ക് കേരളത്തിലെ ഒരു ദളിത് ഫിക്ഷൻ റൈറ്റർ ഇല്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. സ്ത്രീകളെ പറഞ്ഞ ആ പ്രിവിലേജ് എന്ന് പറയുന്നത്, സോഷ്യൽ ലൊക്കേഷൻ നിങ്ങളുടെ എന്താണ്, കാസ്റ്റ് ലൊക്കേഷൻ എന്താണ്, ക്ലാസ് ലൊക്കേഷൻ എന്താണ്, സെക്ഷുവൽ ഓറിയന്റേഷൻ എന്താണ്. ഇപ്പം നമുക്കറിയാം സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ദ്വന്ദ്ങ്ങൾ മാത്രമല്ലല്ലോ. ഇത് ഇപ്പോൾ വളരെ എന്താ പറയുക, സെക്ഷുവാലിറ്റിയുടെ ഏരിയ നമ്മളെടുത്ത് നോക്കുമ്പോൾ അതൊരു എന്താ പറയുക, നന്നായി പറയാം. നമ്മൾ കാലത്ത് ട്രാൻസ്ജെൻഡർ മനുഷ്യരുണ്ട് നമുക്ക്. അത് മാത്രമല്ല, ആദ്യം സെക്ഷൽ മൈനോറിറ്റീസ് ആയിട്ടുള്ള ധാരാളം, അവരൊക്കെ അണ്ടർ പ്രിവിലേജ്ഡ് ആണ്. അവർക്കൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ് ജീവിക്കാനായിട്ട്. ഒറ്റയ്ക്ക് നിന്ന് സമ്പാദിച്ച് ജീവിക്കാൻ, വിദ്യാഭ്യാസം നേടാനായിട്ട് ഒക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എഴുതാൻ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ നാം ഇപ്പോഴും നമ്മുടെ സാഹിത്യ ലോകത്ത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ ശബ്ദവും എഴുത്തും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇതുവരെയും മലയാളത്തിൽ ഒരു ദളിത് നോവലിസ്റ്റ്, വിമൻ നോവലിസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നത് കേരളം ലജ്ജിക്കേണ്ട കാര്യമാണ്. തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. തമിഴ്നാട്ടിലെ ബാമയ്ക്ക് നിങ്ങൾ വായിച്ചിട്ടില്ലേ? എപ്പോഴെങ്കിലും ബാമയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതൊക്കെ അതുപോലെ ഒരു റൈറ്റർ ഇല്ല മലയാളത്തിൽ. പുഷ്പമ്മ ഇപ്പൊ പുഷ്പമ്മയുടെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് പുഷ്പമ്മ ഇപ്പൊ ഉണ്ട്. അപ്പോഴും ദളിത് കമ്മ്യൂണിറ്റിന് ഇല്ല. ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകാൻ താരതമ്യേന എളുപ്പമാണ്. ദളിത് വിഭാഗത്തിൽ നിന്നുണ്ടാവാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ആദിവാസി വിഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ തന്നെയും ഹൈറാർക്കി ഉണ്ട് കേട്ടോ, സോഷ്യൽ ഹൈറാർക്കി ഉണ്ട്. എനിക്ക് തോന്നുന്ന പുഷ്പമ്മ കുറച്ചും കൂടി ആദിവാസി വിഭാഗങ്ങളിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള
കമ്മ്യൂണിറ്റിയിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആദിവാസി മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് കേരളത്തിൽ 38 വിഭാഗം ആദിവാസികളുണ്ട്. അതിൽ ഏറ്റവും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പണിയ, പാട്ടുനായിക്ക, അവരിൽ നിന്ന് എന്ന് വരും. അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിൽ തന്നെ ഒരു ഹൈറാർക്കിയുണ്ട്. ഇപ്പോൾ രേഖാരാജ് ഫിക്ഷൻ അല്ല എഴുതിയിട്ടുള്ളത്, നോൺ ഫിക്ഷനാണ് എഴുതിയിട്ടുള്ളത്. കവിത വിജില ചിലപ്പാട് കവിയുണ്ട് നമുക്ക്. ഇനിയുണ്ട് കുറച്ച് കവികൾ ഇപ്പൊ നമുക്കുണ്ടായി. അത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സമയം മതി. പക്ഷെ ഒരു വലിയ നോവൽ അവരെന്ന് എഴുതും. ജീവിതത്തിന്റെ വലിയ ക്യാൻവാസ് എന്ന് പറയുന്നത് നോവലാണ്. അത് എന്നെഴുതും, എപ്പോ, ആരെഴുതും എന്ന് പറയുന്നത് ഒരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട് കേരളം ഇത്ര പ്രോഗ്രസീവ് എന്ന് പറഞ്ഞിട്ട്? കേരളത്തിലെ പാട്രിയാർക്കിക്ക് ജാതീയതയുടെ വലിയ നെക്സസ് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തമിഴ്നാട്ടിൽ അവിടെയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഫൈറ്റിംഗ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ പാമയ്ക്കൊക്കെ അങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഇവിടെ അങ്ങനെ പറ്റിയിട്ടില്ല. എഡ്യൂക്കേഷൻ കിട്ടിയെങ്കിൽ നമുക്കറിയാം അയ്യങ്കാളിയുടെ ശരി. അപ്പം എഴുത്ത് ഇന്നും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ സ്ത്രീകൾ ഫൈറ്റേഴ്സാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടും എങ്ങനെയെങ്കിലും നമ്മൾ എഴുതി മുന്നേറും. അത് നമ്മുടെ അതിജീവനമാണ്, ആനന്ദമാണെന്ന് തിരിച്ചറിയുന്നവരാണ് അതങ്ങനെ ചെയ്യുന്നത്. അത് ഫിനാൻഷ്യലി സക്സസ് കൂടി ആയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് വേറെ ജോലിക്കൊന്നും പോകണ്ട. പക്ഷേ ഇന്ന് ഫിനാൻഷ്യലി സക്സസ് ആവുന്നത് നേരത്തെ സുനിത പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഉണ്ടാക്കുന്ന ഒരു വലിയ ഇൻഫ്ലുവൻസ്. അത് നല്ല പുസ്തകങ്ങളൊന്നും ആവണമെന്നൊന്നുമില്ല. പക്ഷേ കുട്ടികളത് വായിച്ചു നോക്കാതെ അതിൻ്റെ കോട്സൊക്കെ മാത്രമൊക്കെ നോക്കിയിട്ട്, പ്രത്യേകിച്ച് പ്രേമത്തെ കുറിച്ചുള്ള വളരെ ഉപരിപ്ലവമായിട്ടുള്ള കുറേ പിന്നെ എഴുത്തുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ രാഷ്ട്രീയമൊന്നുമല്ല, വളരെ ഡെപ്തുള്ള ഇത്രയും പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും വായിക്കാതെ അതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് അതിന് ഭയങ്കര ഫിനാൻഷ്യൽ സക്സസ് ആവുകയും അതാണ് എഴുത്ത് എന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വൈപരീത്യം കൂടെ ഇന്നത്തെ കാലത്തുണ്ട്. ശരിയാണ്, എല്ലാവർക്കും എഴുതാം, എല്ലാവർക്കും പൈസ ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ അതിൽ ഏതാണ് നിലനിൽക്കുന്ന സാഹിത്യം, നിലനിൽക്കുന്ന എഴുത്ത് എന്നുള്ളത് കൂടി ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ടൂൾ വായനക്കാർ എന്നുള്ള നിലയിൽ നമ്മുടെ വായനാ സമൂഹത്തിന് ഉണ്ടാവേണ്ട കാര്യമുണ്ട്. എന്നാൽ മാത്രമാണ് നല്ല എഴുത്തുകാർക്കും കൂടെ നിലനിന്ന് പോകാനായിട്ട് മുന്നോട്ട് പോകാൻ അധികം ബുദ്ധിമുട്ടില്ലാതെ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ പലവട്ടം പറഞ്ഞ പോലെ സ്ത്രീകളുടെ എഴുത്തിൻ്റെ നീണ്ടൊരു ചരിത്രമുണ്ട്. ആദ്യകാലത്തൊക്കെ സ്ത്രീകളുടെ രചനകൾക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയിരുന്നില്ല. അതിനുവേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങളുടെ ചരിത്രം കൂടിയാണ് കേരളത്തിലെ സ്ത്രീകളുടെ എഴുത്തിൻ്റെ ചരിത്രം. പക്ഷെ പിൽക്കാലത്ത് അതിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിയുകയും അതുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുകയും അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പം ഇന്ന് വർത്തമാനകാലത്ത് സ്ത്രീകളുടെ രചനകളെ കുറിച്ച് നോക്കുമ്പോൾ അതിന് താരതമ്യേന അംഗീകാരം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ത്രീകൾ ധാരാളമായി എഴുതുന്നുണ്ട്, അവരുടെ എഴുത്തുകൾ ധാരാളമായി വായിക്കപ്പെടുന്നുണ്ട്, അവർക്ക് അംഗീകാരവും സോഷ്യൽ സ്പേസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഇവിടെ ചന്ദ്രിക പറഞ്ഞു നിർത്തിയ പോലെ ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ ആണെങ്കിലും എഴുത്ത് പോരാട്ടം തന്നെയാണ്. കാരണം എന്തൊക്കെ നമ്മൾ എത്ര മുന്നേറി എന്ന് പറയുമ്പോൾ പുരുഷാധിപത്യ ശക്തമായി നിലനിൽക്കുന്ന ഒരിടത്ത് ഒരു എഴുത്തുകാരിയായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല, അതൊരു പോരാട്ടവും പ്രതിരോധവും തന്നെയാണ്. പക്ഷെ എന്നാലും ഈ പോരാട്ടത്തിലും പ്രതിരോധത്തിലും എഴുത്തിലൊക്കെ സ്ത്രീകൾ വിജയിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ്, ഒരു ചരിത്ര സന്ധിയിലാണ് ഈ സംഭാഷണം നടക്കുന്നത്. പക്ഷെ ആ വിജയത്തിൻ്റെ ഒരു കണക്കെടുത്താൽ ചന്ദ്രിക സൂചിപ്പിച്ച പോലെ അതിലൊരു എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തപ്പെട്ടിട്ടില്ല എന്നും എഴുത്തിൽ വിജയിച്ചു വരുന്ന സ്ത്രീകൾ ഭൂരിപക്ഷവും സോഷ്യൽ പ്രിവിലേജ് ഉള്ള ആളുകൾ തന്നെയാണ്, എന്തെങ്കിലും തരത്തിലുള്ള പ്രിവിലേജുകളുള്ള ആളുകളാണ്. അത്തരത്തിൽ യാതൊരുവിധ പ്രിവിലേജും ഇല്ലാത്ത അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട പലതരത്തിലുള്ള പാർശ്വവൽക്കരണങ്ങൾ അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ നിന്നും ശക്തമായ എഴുത്തുകൾ, പ്രത്യേകിച്ച് നോവൽ എഴുതുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട, വളരെയധികം അധ്വാനവും ഏകാഗ്രതയും സമയവും ആവശ്യമുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചന്ദ്രിക അത് വിശദീകരിക്കുകയും ചെയ്തു. 3.5 വർഷമാണ് അവരുടെ പുതിയ നോവലിന് അവരെടുത്തത് എന്ന് പറയണ്ടായി. ഈ 3.5 വർഷം നോവലിന് വേണ്ടി, അതിനുവേണ്ടി ധ്യാനിക്കാനും ഒക്കെ മാറ്റിവെക്കാൻ എത്ര സ്ത്രീകൾക്ക് പറ്റും എന്നും, അങ്ങനെ പറ്റുന്ന സ്ത്രീകൾ ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണ് എന്നൊക്കെ നമ്മൾ ആലോചിക്കണം.
ശ്രമിക്കേണ്ടതുണ്ട്. എന്തായാലും സ്ത്രീകളുടെ എഴുത്തിൻ്റെ ഒരു പുഷ്കല ദശയാണിത്. പക്ഷെ അത് പൂർണ്ണമാവണമെങ്കിൽ എല്ലാ തരത്തിൽപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ സ്ത്രീകളുടെ എഴുത്തുകളും കൂടി ചേരുമ്പോഴേ അതിനൊരു പൂർണ്ണത വരുള്ളൂ. അതും വൈകാതെ ഈ സംഭവിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ അല്ലേ. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ദളിത്, ആദിവാസി വിഭാഗങ്ങൾ നമുക്ക് പുഷ്പമ്മയുണ്ട്, വലിയ സന്തോഷം. കവിതയിലൊക്കെ പല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുണ്ട്. ഇപ്പൊ നോവൽ എന്ന് പറയുന്ന വളരെ ശ്രമകരമായ ആ ഒരു മേഖലയിലും ജനുസിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട, എല്ലാത്തരം പാർശ്വവൽകൃത വിഭാഗങ്ങളിലും പെട്ട ആളുകളുടെ എഴുത്തും അനുഭവങ്ങളും ഒക്കെ, സ്ത്രീകളുടെ പ്രത്യേകിച്ചും ഒക്കെ കൂടി ചേരുമ്പോഴേ ആ മേഖലയ്ക്കൊരു പൂർണ്ണത കൈവരിച്ചു എന്ന് പറയാനാവും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മലയാളം വന്നെത്തുമെന്നും ഉള്ള പ്രതീക്ഷയോടെ ഈ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ഉണ്ടോ? ചോദ്യങ്ങളോ വിയോജിപ്പുകളോ കൂട്ടിച്ചേർക്കലുകളോ എന്തുണ്ടെങ്കിലും പറയാം. ബിഷപ്പിന്റെ ചോദ്യമാണ് വല്ലാത്ത ചോദ്യം അല്ലേ? അങ്ങനല്ലേ? ഇനിയൊന്നും പറയാനില്ലെങ്കിൽ ഇല്ല അല്ലേ? ഇനിയൊന്നും പറയാനില്ലെങ്കിൽ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ആത്യന്തികമായിട്ട് ഏറ്റവും വലിയ പ്രശ്നം വയറിന്റെ പ്രശ്നമാണെന്നുള്ള തന്നെയാണ് യാഥാർത്ഥ്യം. ഉദരനിമിത്തം ബഹുകൃതവേഷം എന്ന് പറയില്ലേ. എന്തായാലും വളരെ കുറച്ച് ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും ഉള്ളവരൊക്കെ വളരെ സജീവമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി. ഇതിൽ പങ്കെടുത്ത CS ചന്ദ്രികയ്ക്കും ശ്രീകല മുല്ലശ്ശേരിക്കൊക്കെ നന്ദി. ചന്ദ്രികയുടെ പുതിയ നോവൽ നല്ലവണ്ണം വായിക്കപ്പെടട്ടെ. അത് ആ രീതിയിൽ, അർഹമായ രീതിയിൽ മലയാളത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടെ. നന്ദി. കാന്തൽ വായിച്ചിട്ട് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുനിതയുടെ അടുത്ത് നിന്ന് നമ്പർ വാങ്ങിക്കുക, എനിക്ക് വിളിക്കുക, വാട്സപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. എന്താ പറയുക, എന്തെങ്കിലും തരത്തിലുള്ള സൗകര്യം സമയമൊക്കെ വരുന്ന സമയത്ത് വിളിച്ചാൽ ഞാൻ വരികയും ചെയ്യാം ഇൻട്രാക്ഷന് വേണ്ടിയിട്ട്. താങ്ക് യു. ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പെണ്ണെഴുത്ത് സംവാദം സെഷൻ ഇവിടെ അവസാനിക്കുന്നു. സെഷനിൽ സംബന്ധിച്ച CS ചന്ദ്രിക, ശ്രീകല മുല്ലശ്ശേരി, ഏകോപനം നിർവഹിച്ച സുനിത PV ടീച്ചർക്ക് സാഹിതി 2025-ന്റെയും മലയാള സർവകലാശാലയുടെയും സ്നേഹാദരങ്ങളും നന്ദിയും അറിയിക്കുന്നു. അടുത്ത